Good evening. Good evening, Good ma'am. evening, madam. Good evening. Good evening. എല്ലാരിലേക്കും മെസ്സേജ് എത്തിയില്ലായിരുന്നോ ക്ലാസ് ഉള്ള വിവരം? കുറച്ച് പേര് join ചെയ്തു. Yes, madam. ഞാൻ സാധാരണ തേഴ്സ്ഡേ ആണ് നിങ്ങൾ ക്ലാസ് വെക്കാറ്. ഈ ഈവനിങ് ടൈമിൽ തന്നെ വ്യാഴാഴ്ചയാണ് വെക്കാറ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഇല്ല, അത് ക്യാൻസൽ ചെയ്തു, വേറൊരു ദിവസമാണ് നടത്തുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നല്ലോ. അതുകൊണ്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്യാതിരുന്നത്. കാരണം 1-2 കുട്ടികൾ മാത്രമേ കൺഫർമേഷൻ പറഞ്ഞു. അതുകൊണ്ട് 12th ബാച്ചിന് മൺഡേ ഓൺവേർഡ്സ് അവരുടെ മെയിൻ എക്സാം. അപ്പൊ അവർക്ക് നാളെ റിവിഷൻ വെച്ചു. അത് കാരണമാണ് ഇന്ന് നിങ്ങൾക്ക് വെച്ചത്. വെള്ളിയാഴ്ച വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ട്രാവലിംഗ് ആയിരിക്കും, ഇങ്ങോട്ട് വരാൻ വേണ്ടി തലേ ദിവസം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് ഫ്രൈഡേ ക്ലാസ് വെക്കാതിരുന്നത്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരാ? യെസ് പ്ലീസ്. ആരെങ്കിലും പ്രേയറിന് റെഡിയാണോ? Hello, ma'am. Okay. നന്മരൂപിയായ ദൈവമേ സഭയ്ക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ സഭയ്ക്കു
സഭയ്ക്ക് വന്ദനം ഭൂമിയിലും പകുതി കിട്ടണുള്ളൂ. ശാഖം കിട്ടുന്നപ്പോഴത്തേക്കും കിട്ടണില്ല. കുഴപ്പമില്ല, ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റിഗാർഡിംഗ് പ്രാക്ടിക്കൽ സെഷൻ? ഒരു കാര്യം പറയട്ടെ, കുറേ പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. വർക്കുകൾ കംപ്ലീറ്റ് ആകാത്ത ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ്സ് ആണ്, നിങ്ങളുടെ അവകാശമാണ്. അതിന് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണം, റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം ഒന്നുമില്ല. അത് നിങ്ങളുടെ റൈറ്റ് ആണ്, നിങ്ങൾക്ക് തരുന്നൊരു ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കഴിഞ്ഞിരുന്നു അല്ലെ, ഓൺലൈനായിട്ട് ക്ലാസ് കഴിഞ്ഞു. കുറെ കൂടെ നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ലൈവായിട്ട് ഓഫ്ലൈനിൽ ഗ്രൗണ്ട് ലെവലിൽ വന്നിട്ട് ഒരു ലൈവായിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിന് റെക്കോർഡ് കംപ്ലീറ്റ് ആയവരും വർക്ക് കംപ്ലീറ്റ് ആയവരും മാത്രമല്ല വരാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ്, നിങ്ങളുടെ ഒരു അവകാശമാണ് ആ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തരുന്ന ഒരു റൈറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. വളരെ ഹാപ്പി ആയിട്ട് വരിക, നല്ലപോലെ വർക്ക് ചെയ്യുക, മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. കണ്ടു നിൽക്കരുത്. ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ അത് കണ്ടിട്ട് പോകരുത്. എല്ലാം കയ്യിലെടുത്ത് വെച്ച് നോക്കി അതിന്റെ ഷേപ്പ് മനസ്സിലാക്കി അതിന്റെ ടെക്സ്ചർ മനസ്സിലാക്കി സമയമെടുത്ത് തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ധൃതി പിടിച്ച് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് ഓടി പോകാനുള്ള ധൃതി കാണിക്കരുത്. അപ്പൊ അതുകൊണ്ട് കാരണം അത്രയും വന്നിട്ട് ആ ടൈം നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സാറ്റർഡേ എന്തായാലും കാണാനായിട്ട് പറ്റും. ബിഫോർ ദാറ്റ് മോഡ്യൂൾ 3 നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മോഡ്യൂൾ 3 അത് പ്രാക്ടിക്കൽ സെഷനാണ്. അതിന് തിയറി എക്സാംസ് ഒന്നുമില്ല മോഡ്യൂൾ 3. ഈ മോഡ്യൂൾ 3 ഡോക്ടർ മറിയ മോണ്ടെസോറി ഡിസൈൻ ചെയ്ത ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ചിട്ടും അതിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചുമാണ്. ആ എൻവയോൺമെന്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണ് മോണ്ടെസോറി മെത്തേഡ്, ഇതെല്ലാം നമ്മൾ പാർട്ട് 3 യൂണിറ്റ് 7 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്. അത് നമുക്ക് നല്ലപോലെ ക്ലാസ് എടുത്ത് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മളിപ്പോ എവിടെയാ ക്ലാസ്സിൽ എവിടെയാ എത്തിയിരിക്കുന്നത്, തിയറി എവിടെയാ എടുക്കുന്നത്? 3rd യൂണിറ്റ് ആണോ? ഓക്കെ, നമ്മൾ 3, 4, 3rd, 4th കഴിയുമ്പോഴേക്കും നമ്മൾ 7th യൂണിറ്റിലേക്ക് എത്തും. അപ്പൊ അവിടെ ഡോക്ടർ മറിയ മോണ്ടെസോറി എങ്ങനെയാണ് ഒരു മോണ്ടെസോറി ക്ലാസ് റൂം എന്നൊന്നും അവർ പറയാറില്ലായിരുന്നു. കാരണം ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമുകൾ ഇല്ല ശരിയായൊരു മോണ്ടെസോറി സ്കൂളിൽ. മോണ്ടെസോറി സ്കൂൾ എന്നും അവർ പറയാറില്ല. ചിൽഡ്രൻസ് ഹൗസ്, കാസ ഡി ബാംബിനി എന്നായിരുന്നു അവർ പേരിട്ടിരുന്നത് അല്ലെ. കുട്ടികളുടെ വീട് എന്ന മീനിങ് വരുന്ന ഇറ്റാലിയൻ വേർഡാണ് കാസ ഡി ബാംബിനി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീട്, ആ ഒരു രീതിയിൽ മീനിങ് വരുന്ന ഒരു വേർഡാണ് കാസ ഡി ബാംബിനി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അവിടെ ക്ലാസ് റൂമുകളില്ല, അടഞ്ഞ ക്ലാസ് റൂമുകളില്ല. കുട്ടികൾക്ക് ഫിക്സഡ് ആയിട്ടൊരു പ്ലേസ് ഇല്ല ഇരിക്കാൻ. അവർക്ക് എവിടെയും പോകാം, എവിടെ വേണമെങ്കിൽ ഇരിക്കാം. അവരുടെ ഇൻഡോർ, അതായത് ആ ഒരു എൻവിയോൺമെന്റ്, ആ ഒരു എൻവിയോൺമെന്റിന്റെ ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് കണക്ട് ചെയ്യുന്ന നല്ല വരാന്തകൾ ഉണ്ടായിരുന്നു ആ ഒരു മോണ്ടിസോറി സ്കൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എന്ന് പറയാം. ആ ഒരു സ്കൂളില് കുട്ടിക്ക് എപ്പോഴാണോ പുറത്തു പോകേണ്ടത് അപ്പൊ ആ വരാന്തയിലൂടെ അതിന് പുറത്തേക്ക് പോകാം. വളരെ സേഫ് ആണ്, സെക്യൂർ ആണ്. പിന്നെ മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്തിടും, കാരണം കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങി പോകരുതല്ലോ. കോമ്പൗണ്ടിൽ അതിന് ഇഷ്ടം പോലെ നടക്കാം. അവിടെ കളിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. മണ്ണിൽ കളിക്കാം, വെള്ളത്തിൽ കളിക്കാം, ചെടി നടാം, ചെടി നനയ്ക്കാം, പെറ്റ്സ് ഉണ്ടാകും, അതുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം ടൈം, അങ്ങനെ എന്ന് കരുതി കുട്ടിയെ അങ്ങ് ഒറ്റയ്ക്ക് വിടുകയല്ല, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എൻവിയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ എൻവിയോൺമെന്റിനെ പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ മോണ്ടിസോറി. അത് നമ്മൾക്ക് 5 ഏരിയയാണ്. ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് 4 ഏരിയയിൽ നമ്മൾക്കുള്ള മെറ്റീരിയൽസ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് ഡെമോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ 4 ഏരിയയിലെ മെറ്റീരിയൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. 4 ഏരിയ വരാൻ കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോ ക്ലാസ്സിൽ. 5ാമത്തെ ഏരിയ എന്ന് പറയുന്നത് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ഔട്ട്സ്, മോഡൽസ്, പിക്ചേഴ്സ്, ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, സോളാർ സിസ്റ്റത്തിന്റെ മോഡൽ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചേഴ്സ്, മ്യൂസിക്കൽ ഏരിയ, ഗാർഡൻ, ചെടികള്, ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്, അതെങ്ങനെ പ്ലാന്റിങ് നടത്തും, പിന്നെ സ്പ്രൗട്ട് ചെയ്യിക്കുക, വിത്തിട്ടിട്ട് മുളപ്പിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയ ഒന്നും ചെയ്യാത്തത്, കാരണം നമുക്കത് ചെയ്യേണ്ടതില്ല. പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ ക്ലോക്ക് ഒക്കെ ഉണ്ടാവും അവിടെ. ക്ലോക്ക് നമുക്ക് വരയ്ക്കാം. നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കിൽ ക്ലോക്കിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ വരച്ചു വെക്കാന്നേ ഉള്ളൂ. നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക്
നമ്മുടെ ഈ മോണ്ടിസോറി ട്രെയിനിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ പടമൊക്കെ വരയ്ക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരച്ചു വെക്കാം. ഗ്ലോബ് ഒരെണ്ണം സ്വന്തമായിട്ട്, വലിയ ഗ്ലോബ് അല്ലെങ്കിൽ ഒരു ചെറിയ സൈസ് ഗ്ലോബ് നമുക്ക് കയ്യിൽ വെക്കാം. വായിക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഗ്ലോബ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. മിക്ക സ്കൂളിലും ഗ്ലോബ് കാണുമായിരിക്കും. സാധാരണ സ്കൂളുകളാണെങ്കിലും അവിടെ ഗ്ലോബും മാപ്പും ഒക്കെ കാണും. എന്നാലും മോണ്ടിസോറി സ്കൂളുകളിൽ അത് കൂടുതലായിട്ടുണ്ടാവും. വലിയ മാപ്പ്, അറ്റ്ലസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് 5ാമത്തെ ഏരിയ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇല്ലാത്ത. കാരണം നമുക്ക് അതിൽ മെറ്റീരിയൽസ് ഒന്നുമില്ല. ഈ പടങ്ങളും മാപ്പും അതിന്റെ മോഡൽസും അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അത് ഒരു മോണ്ടിസോറി സ്കൂളിലെ ആവശ്യവും. അതാണ് 4 ഏരിയ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ മോണ്ടിസോറി ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല. സാധാരണ സ്കൂളുകളിൽ സബ്ജക്ട് ഓറിയന്റഡ് സ്റ്റഡിയാണ്, ഒരു പെർട്ടിക്കുലർ സിലബസ് ആണ്, അല്ലെ? സബ്ജക്ട് ഓറിയന്റഡ് സ്റ്റഡി അല്ല മോണ്ടിസോറി മെത്തേഡില്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷനും അല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. അവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, വളരെ പ്രയോറിറ്റി ഉള്ളത് കുട്ടികൾക്കാണ്, ടീച്ചർമാർക്കല്ല. ടീച്ചർ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്ന രീതിയല്ല മോണ്ടിസോറി മെത്തേഡ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ക്ലാസ് ലീഡ് ചെയ്യൂ. ഞാൻ വരാൻ ലേറ്റ് ആയാലും യുവർ ക്ലാസ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. പ്രയർ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. ബിക്കോസ് യു പീപ്പിൾ ഓൾ ആർ ഫെസിലിറ്റേറ്റേഴ്സ്. നിങ്ങൾ ആ ജേർണി ഓൾമോസ്റ്റ് പൂർത്തിയാക്കാറായി. ഫെസിലിറ്റേറ്റർ ആണെന്ന് സ്വയം അഭിമാനിക്കാം. ആ ഒരു പ്രൗഡ് മൊമെന്റിൽ എത്തി നിൽക്കുവാണ്. എക്സാം എഴുതണം, സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആണ്. ബട്ട് നമ്മൾക്ക് ഇത് അറിയാം, എങ്ങനെയാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിനനുസരിച്ചാണ് പെരുമാറുന്നത്, അല്ലെ? നമ്മുടെ സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യും, റെസ്പെക്ട് ചെയ്യുന്നു. മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ടാകുന്നു. കോഓപ്പറേഷൻ, സഹകരണം, അതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെറിയ കുട്ടികൾക്ക് കിട്ടുന്നതാണ്. നമ്മളിൽ ഓൾറെഡി അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ വന്നു. ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. വിർച്വൽ പ്ലാറ്റ്ഫോം ആയിരുന്നു, അല്ലെ? ആർക്കും പരസ്പരം അറിയില്ല. ചിലപ്പോ 1-2 പേർക്ക് അറിയാമായിരുന്നിരിക്കാം. പക്ഷെ ഈവൻ എനിക്ക് പോലും ചിലരുടെ ഫേസുകളെ അറിയുള്ളൂ. നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ നെയിം മാത്രമേ അറിയുള്ളൂ. ആ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് പലരെയും. ഓക്കെ, ഓരോ ബാച്ചിലും ചിലപ്പോ ചിലരുടെ ശബ്ദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങളും തമ്മിൽ പരസ്പരം ആ ഒരു പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും സോർട്ട് ഔട്ട് ചെയ്തിരുന്നു, അല്ലെ? അത് ഭയങ്കര പ്രശ്നമായിട്ടും ഭയങ്കര കോൺഫ്ലിക്ട്സ് ആയിട്ട് പോകാതെ, കൺഫ്യൂഷൻസ് ആയിട്ട് നിലനിൽക്കാതെ സോർട്ട് ഔട്ട് ചെയ്തു. ഇതൊക്കെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ലവിങ് ഏരിയ ആണ്, നറിഷിങ് പ്ലേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആണ്. ഇവിടെ ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ചൈൽഡ് സൈസ്ഡ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള എല്ലാ മെറ്റീരിയൽസും കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു ഷെൽഫ് ആണെങ്കിലും, ഒരു ടേബിൾ ആണെങ്കിലും, ഒരു ചെയർ ആണെങ്കിലും, ഷെൽഫിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് ഒരു കുട്ടിക്ക് ആ ഒരു പ്രായത്തിലുള്ള 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് പോയി എടുക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ്. ഷെൽഫ് ഒന്നും ക്ലോസ്ഡ് അല്ല, എല്ലാം ഓപ്പൺ ആണ്. ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ മെറ്റീരിയൽസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോ മെറ്റീരിയൽസിനും സ്പെസിഫിക് ഏരിയ ഉണ്ടായിരിക്കും, എല്ലാത്തിനും ഓരോ ഏരിയ. അങ്ങനെ 5 ഏരിയ ആയിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പറയണ്ടായി, ടീച്ചിങ് പ്രാക്ടീസിന് പോയത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പം ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പൊ ഒരു പുതിയ രീതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മക്കൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. യെസ്. ഈ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. മലയാളത്തിലാണെന്നേ ഉള്ളൂ. അതായത് ഗണിത ഇടം, മാത്സിനൊരു ഏരിയ, അങ്ങനെ ഓരോ മലയാളത്തിനൊരു ഏരിയ, ഭാഷാ ഇടം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ഏരിയ ആയിട്ട് 16 എത്രയോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് മോണ്ടിസോറി മെത്തേഡിന്റെ ബേസിക് തന്നെയാണ്. ഡോക്ടർ മറിയ മോണ്ടിസോറി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മെത്തേഡ് ഇന്ത്യയിലെ അംഗൻവാടികളിൽ അന്നേ തുടങ്ങി. ഇപ്പോഴും അംഗൻവാടികളിലെ ബേസിക് ചില കാര്യങ്ങൾ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ടീച്ചർമാരിടയ്ക്ക് ട്രെയിനിങ്ങിന് പോയി അവർ തിരിച്ചു വന്ന് കുട്ടികളെ ഓരോന്ന് പഠിപ്പിക്കുന്നത് എല്ലാം മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ് ബേസിക്. അപ്പൊ നമുക്ക് ആലോചിക്കാം ഇത്രയും പോപ്പുലർ ആയി കഴിഞ്ഞു ആ മെത്തേഡ്.
സാധാരണ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് കാലഹരണപ്പെട്ടു പോകും, ഔട്ട്ഡേറ്റഡ് ആകും അല്ലെ. കഴിഞ്ഞ വർഷത്തെ കാര്യം തന്നെ ഈ വർഷം ചിലപ്പോൾ ഫോളോ ചെയ്യില്ല നമ്മള്. ഈവൻ നമ്മളുടെ ഡ്രസ്സിങ് സെൻസ് തന്നെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഓണത്തിന്റെ ഒരു ഫാഷൻ ആവില്ല അടുത്ത ഓണത്തിന് വരുമ്പോ, ക്രിസ്മസിന്റെ ഒരു തീം ആയിരിക്കില്ല അടുത്ത ക്രിസ്മസിന് വരുമ്പോ, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ആ ഒരു രീതിയിൽ പല കാര്യങ്ങളും കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ 19th സെഞ്ചുറിയിൽ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഈ മെത്തേഡ് വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പോപ്പുലർ ആവുകയാണ് ചെയ്തത്, കൂടുതൽ അപ്ഡേറ്റഡ് ആയി, അപ്ഗ്രേഡഡ് ആയി. ഓക്കെ, 2017 ഞാനിത് പഠിച്ചത്. ആ സമയത്ത് എനിക്ക് കിട്ടിയ മെറ്റീരിയൽസിൽ നിന്ന് കുറെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന മെറ്റീരിയൽസ്. അപ്പൊ കറന്റ്ലി ഉള്ള ആ ഒരു പ്രസന്റ് അപ്ഗ്രേഡഡ് ആയ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കുള്ളത്. അത് എല്ലാം ഒറിജിനൽ പീസസ് തന്നെയാണ്, നമ്മൾ ഒന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം റിയൽ വുഡും റിയൽ മെറ്റീരിയലിലും വെച്ചിട്ടുള്ളതാണ്. ഒന്നും പ്ലാസ്റ്റിക്കോ സിന്തറ്റിക്കോ ഡ്യൂപ്ലിക്കേറ്റോ അങ്ങനെ ഉള്ളതൊന്നുമില്ല, എല്ലാം ഒറിജിനൽസ് തന്നെയാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് കിട്ടും, അത്ര ഫൈനാണ് അതിന്റെ ഓരോന്നിന്റെയും ഡിസൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെ മറിയാം മോണ്ടിസോറി 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതില് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഉണ്ട്, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, സയൻസ് ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ, അങ്ങനെയാണ്. ഈ മോഡ്യൂൾ 3 ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, കാരണം അതിൽ കുറെ ഡെമോൺസ്ട്രേഷൻസ് ആണ്. കുട്ടികളെ കൊണ്ട് വാട്ടർ ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫില്ല് ചെയ്യുന്നു, പൾസസ് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കടൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ബാഗിൽ നിന്നും ഒരു കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നു. പിന്നെ 2 ബൗൾ വെച്ചിട്ട് ഒരു ബൗളില് വെള്ളവും മറ്റേ ബൗൾ എത്തി സ്പൂൺ കൊടുക്കുന്നു, സ്പൂണിംഗ് എന്നുള്ള ആക്ടിവിറ്റി ചെയ്യിക്കുന്നു. അങ്ങനെ 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 കുറെ കാര്യങ്ങളാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഓരോ പാർട്ടായിട്ട് എടുത്ത് നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അത് വായിച്ചു നോക്കിയിട്ട് കുട്ടികളെ കൊണ്ട് ഡെമോ ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ 5ാമത്തെ റെക്കോർഡിൽ നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പൊ വീണ്ടും ഈ കാര്യങ്ങൾ വീണ്ടും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 5th റെക്കോർഡിൽ നമ്മൾ ആവശ്യത്തിന് ബ്രീഫ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോഴേക്കും മനസ്സിലാവുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോയാൽ മതി ആ റെക്കോർഡ്. അങ്ങനെ ആ കാര്യങ്ങളാണ് 5ാമത്തെ ഈ മോഡ്യൂൾ 3 കാര്യങ്ങളാണ് നമ്മൾ 5ാമത്തെ റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ 1ാമത്തെ ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു നമുക്ക് മാറ്റും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസും അവിടെയാണ് വരുന്നത്. ബി പ്രാക്ടിക്കൽ എന്നെപ്പോഴും ആളുകൾ പറഞ്ഞല്ലോ, അത് നമുക്ക് തന്നെത്താനെ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അല്ലെ, വളരെ സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. അവിടെയാണ് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്. അതിനു വേണ്ടി ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ, അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഡ്രസ്സ് ഇടാനും ഊരാനും അവർക്ക് പറ്റും. അവരുടെ ബാഗ് ക്ലോസ് ചെയ്യാനും ബാഗ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് അവർ പഠിക്കും. ഷൂ എങ്ങനെ കെട്ടണം, അല്ലെങ്കിൽ ഷൂ വെൽക്രോ ഉള്ള ഷൂ ആണെങ്കിൽ എങ്ങനെ അത് ക്ലോസ് ചെയ്ത് വെക്കണം, എങ്ങനെ അത് ഓപ്പൺ ചെയ്യണം, ഷൂ നാശമാകാതെ എങ്ങനെ അത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതെല്ലാം അവർ പഠിക്കുക. അപ്പൊ അവര് ഒരു മെറ്റീരിയലിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒരു സറൗണ്ടിങ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവർ ചെയ്യും. ഷൂ റാക്കിൽ കറക്റ്റ് എടുത്ത് വെക്കും. ചില കുട്ടികളെയൊക്കെ കാണാറില്ലേ, വന്ന വഴി ഒരു ഷൂ ഒരു ഭാഗത്ത് ലെഫ്റ്റില് ഒരു ഷൂ റൈറ്റില്, അങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ ഏറാ, എന്നിട്ട് പിറ്റേ ദിവസം അന്വേഷിച്ചു ആ ഒരു പരിപാടി അല്ലെ. നമുക്കൊരു എമ്പതി വേണം, ലൈക്ക് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ്, ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യണം, വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ ഒരു ഇത് കുട്ടികൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നിന്ന് തന്നെ പഠിക്കും. അപ്പൊ അവർക്ക് നമ്മൾ അവിടെ ഒരു മാറ്റിന്റെ ഇമ്പോർട്ടൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും, അറിയാൻ മോണ്ടിസോറി പറഞ്ഞു കുട്ടികൾക്ക് ഫ്രീഡം. ഇപ്പൊ കുട്ടികളെ ഷൂ ഇങ്ങനെ ഇതാക്കൂന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുക? അതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. വലിയ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കും, ചെറുപ്പത്തിലെ ട്രെയിനിങ് കൊടുക്കുക. LKG എന്റെ മോൻ എപ്പോഴുള്ള പരിപാടിയാ. പക്ഷെ ഞാന് എന്റെ മോൻ 1 ഇയർ തൊട്ട് ഞാന് എല്ലാതും ഇതുപോലെ ട്രെയിൻ ചെയ്യാറുണ്ട്. ടോയ്സ് പോലെ കൊണ്ടുപോയി വെക്കുക, അവനൊരു പ്ലേസ് ഉണ്ട് അവിടെ പോയിട്ട് വെക്കുക പറയും. അതുപോലെ തന്നെ ഷൂസ് സാധനങ്ങൾ എന്തായാലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പിന്നെ അത് അവര് മറക്കില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. ഷൂ എന്താ ചെയ്യണ്ടേ ചോദിച്ചാൽ അപ്പൊ അവരത് ചെയ്യും. ടോയ്സ് ഇങ്ങനെയാണോ എടുക്കുക എന്ന് വെച്ചാൽ അപ്പൊ അത് അവര് പോയി ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പാടാ. അത് ട്രെയിനിങ് കൊടുക്കണം. നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ അവര് തന്നെ ചെയ്യാൻ തുടങ്ങിക്കോളും.
അതൊരു ഇൻട്രസ്റ്റിംഗ് വേയിൽ നമ്മൾ ചെറുപ്പത്തിലേ അവരെ കൊണ്ട് ചെയ്യിച്ചു വരുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ അതിന്റെ കൂടെ ഒരു അപ്രൈസൽ, ശരിക്കും മറിയാം മോണ്ടിസോറി പറയുന്നുണ്ട് റിവാർഡ്സും പണിഷ്മെന്റും മോണ്ടിസോറി മെത്തേഡിൽ ഇല്ലാന്ന്. പക്ഷെ അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് വലിയൊരു മെഡൽ കൊടുക്കുക, ഒരു ട്രോഫി കൊടുക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അവർക്ക് കിട്ടുമ്പോഴേ ഉള്ളൂ. പിന്നെ അവരത് അത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് അത് റിലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതേസമയം സ്റ്റാർ അവരുടെ കയ്യിൽ വരച്ചു കൊടുക്കാമോ, ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നടക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ അവർക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ നമുക്ക് അപ്രൈസൽ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് അവരെ ഒന്ന് വളരാൻ സഹായിക്കുകയുള്ളൂ. ഈ സ്റ്റാർ വരയ്ക്കുന്ന പരിപാടി അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നത്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ ചെയ്യും. അതേസമയം വലിയ സർട്ടിഫിക്കറ്റോ ഈ മെഡലോ ഒക്കെ കിട്ടുന്നതൊന്നും അവരെ സംബന്ധിച്ച് അത് അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. അവർ എത്രയും പെട്ടെന്ന് അത് ഊരി മാറ്റും. അവർ പിന്നെ ആ ഭാഗത്തേക്കേ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് കൊച്ചു കുട്ടികളുടെ ഒരു രീതി. ഓക്കെ, അപ്പൊ അത് ഓക്കെ. സോ ഇപ്പൊ രശ്മിനെ ചോദിച്ചു എങ്ങനെ അത് ചെയ്യും എന്റെ മോൻ ആ ഒരു ശീലം എന്ന് പറഞ്ഞു. നമ്മള് ചെറിയ ആളല്ലേ, നമുക്ക് ഇപ്പോഴേ അത് ഒരു ഇൻട്രസ്റ്റിംഗ് വേയില് നമുക്കത് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ നമ്മുടെ ഷൂ വെക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ചിലപ്പോൾ കുട്ടികൾ അത് കണ്ടു കഴിയുമ്പോൾ അവർ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് കണ്ടു കഴിയുമ്പോഴേക്കും നാളെ എനിക്കിത് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളത് ഞാൻ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ചിലതൊക്കെ നമ്മൾ അവരുടെ ഉള്ളിലേക്ക് നമുക്ക് ഇൻജക്ട് ചെയ്യാൻ ഇതുപോലുള്ള ചില കൊച്ചുകുട്ടികളിൽ അത് അത്രയും പറ്റില്ലായിരിക്കാം. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ അവരത് ഫോളോ ചെയ്യും. അപ്പൊ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ, ഒരു എമ്പതിയുടെ ഒരു വീഡിയോ ആയിരുന്നു. അതിലാകെ ആളെ ഒന്നും കാണിക്കുന്നില്ല, കൈയും കാലും മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ദിവസവും മോർണിംഗ് കാണുന്നത് ഇങ്ങനെ മുഷിഞ്ഞു കിടക്കുന്ന ഒരു ഷൂ, ഒരു ലേഡി ആണെന്ന കൈ കൊണ്ട് നമുക്ക് മനസ്സിലാണതാ. ആ ലേഡി നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അങ്ങനെ അടുക്കി വെക്കും. ഒരാള് വന്നിട്ട് അത് ഇട്ടുകൊണ്ട് അങ്ങ് പോകും. അയാൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അയാൾ ഷൂ ഇടുന്നത് തന്നെ വളരെ റഫായിട്ട് ഇടുന്നേ. അത്രയും ക്ലീൻ ചെയ്ത് വെച്ച ഷൂ ആണെന്ന് ഒന്നും നോക്കാതെ റഫായിട്ട് ഇടും. അയാൾ ചെളിയിൽ കൂടെ നടക്കും, തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവന്ന് തോന്നിയെടുത്ത് അങ്ങനെ ഇടും. അങ്ങനെ ദിവസവും ഈ ലേഡി ഈ ഷൂ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കും. ഇയാള് ദിവസവും ഇത് തന്നെ പരിപാടി. ഒരു ദിവസം ഇവർ എന്ത് ചെയ്തു, പോളിഷ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും ഭയങ്കര മോശമായിട്ടിരിക്കുന്നു. ഇവർക്ക് അങ്ങ് മടുപ്പായി പോയി. അവരത് അവിടെ ഇട്ടു, പോളിഷ് ചെയ്തില്ല. അയാൾ ഇറങ്ങി ഇടാനായിട്ട് നോക്കുമ്പോൾ ഷൂ വളരെ മോശമായിട്ട് കിടക്കുന്നു. അയാൾ തന്നെത്താൻ അത് പോളിഷ് ചെയ്തു. കുറേ സമയം എടുത്തു ക്ലീൻ ആവാനായിട്ട്. തന്നെത്താനെ പോളിഷ് ചെയ്ത് അയാൾ ഇട്ടുകൊണ്ട് പോയപ്പോഴേക്കും വഴിയിൽ ചെളി കണ്ടപ്പോ അയാൾ ചവിട്ടാതെ മാറിപ്പോയി. കാരണം അയാൾ അന്ന് എഫേർട്ട് എടുത്തു. ആ എഫേർട്ടിന്റെ ബുദ്ധിമുട്ടും ടൈമും ഒക്കെ അയാൾക്ക് മനസ്സിലായി. അപ്പോ പിന്നെ അയാൾ തിരിച്ചു വന്നപ്പോഴേക്കും അയാളത് നീറ്റായിട്ട് അത്രയും, പിന്നെ എപ്പോഴെങ്കിലും ചെളി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ എടുത്ത് അപ്പൊ തന്നെ അയാളത് തുടച്ചു. അധികം മുഷിയാതെയാണ് അയാൾ അന്ന് ഷൂ തിരിച്ചു കൊണ്ടുവന്ന് കറക്റ്റ് സ്റ്റാൻഡില് നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചു. അവിടെ വലിച്ചെറിയാതെ അങ്ങനെ വെച്ചു. അങ്ങനെ ചെയ്യുന്നത് ഒരു 2 മിനിറ്റ് പോലും ഇല്ല ആ വീഡിയോ. പക്ഷെ അതിൽ നിന്ന് ഭയങ്കര മെസ്സേജ് ആയിരുന്നു കുട്ടികളുടെ ഉള്ളിലേക്ക് കയറിയത്. സാർ എന്നോട് എമ്പതിയെ പറ്റി ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുട്ടികൾക്ക് എമ്പതിയെ പറ്റി ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലാന്ന്. അപ്പൊ ഞങ്ങളൊരു ക്യാമ്പായിരുന്നു, ശരിക്കും +1 സ്റ്റുഡൻസ് ആയിരുന്നു, ബോയ്സ് മാത്രം. എന്തൊരു അലമ്പായിരുന്നു ക്ലാസ് റൂം. 5 ദിവസത്തെ ക്യാമ്പായിരുന്നു. അവരിങ്ങനെ അവിടെ താമസിച്ച് നൈറ്റ് മുഴുവൻ അവരായിരിക്കും. ആൺകുട്ടികൾ മാത്രമായത് കാരണം അവിടെ ഞാൻ സ്റ്റേ ചെയ്തില്ല, വേറെ സാറുമാരായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ അങ്ങനെ സാറുമാരും പോലീസും ഉണ്ടായിരുന്നു. പോലീസ് ഔട്ട്സൈഡ് അവര് ഇങ്ങനെ നിൽക്കും, അകത്ത് സാറുമാരും കുട്ടികളും അങ്ങനെയായിരുന്നു. അതൊക്കെ ഞാൻ മോർണിംഗ് 8 മണിയാകുമ്പോ എത്തും. ചെല്ലുമ്പോ ആ ഹോള് കാണണം, ഭയങ്കര മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുന്നു. അങ്ങനെ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പോയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. അവർ ആ ക്ലാസ് റൂം മുഴുവനും വൃത്തിയാക്കി, മുഴുവൻ അടിച്ചു വാരി മണ്ണെല്ലാം കളഞ്ഞു. നമ്മൾ പിന്നെ ആ ഒരു സെഷൻ ഓരോ സെഷൻ ഓരോ ടൈമായിരുന്നു. ആ ടൈം അങ്ങനെ വിട്ടു. അവർ തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതല്ലേ, അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സെഷൻ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ ആ ഒരു 2 മിനിറ്റ് വീഡിയോ ആണ് അവരിൽ ഉണ്ടായ എനിക്ക് ഇമ്പാക്ട് അതായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചില ഏജ് ഗ്രൂപ്പിന് ഓരോരുത്തർക്കും കൊടുക്കേണ്ട രീതിയുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് കുഞ്ഞാണ്, അവൻ അറിയില്ല, അവൻ മേ ബി ഏതെങ്കിലും അഡൾട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാകാം, മേ ബി, ഐ ഡോണ്ട് നോ. അപ്പൊ അതുപോലെ തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുക. കുട്ടികൾ ശരിക്കും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മള് ഇതിങ്ങനെ ചെയ്യണം. അത് നമ്മളൊരു അഡ്വൈസ് ആയിട്ട് അവന് തോന്നരുത്, അവരൊരു കളിയായിട്ട്, ഒരു ഗെയിം ആയിട്ട് തോന്നണം. മോണ്ടിസോറി മെത്തേഡിലെല്ലാം അങ്ങനെയായിരുന്നു. കുട്ടികൾക്കെല്ലാം ഗെയിം ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി മോനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവന്. ഹലോ, പറഞ്ഞൊരു കേൾക്കുന്നുണ്ട്.
എക്കോ വരുന്നുണ്ടോ? എക്കോ ഉണ്ടോ? ക്ലിയർ. എന്റെ മോനെ ഞാൻ മനസ്സിലാക്കിയതും നമ്മൾ ഉപദേശം പോലും അല്ലെ അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറയുമ്പോൾ അവനത് ഭയങ്കര ഇറിറ്റേഷനാ. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അവൻ തീരെ ചെയ്യില്ല. എന്ത് കാര്യം ഞാൻ പഠിക്കേണ്ടതായാലും. അപ്പൊ ഇപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മോണ്ടിസോറി ചേരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ ഇവൻ മോളെ പോലെയല്ലോ ഇവന് പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മോണ്ടിസോറി ചേർന്നതിന് ശേഷം അവനെ പഠിപ്പിക്കാൻ ശരിക്കും എനിക്ക് നല്ല ഈസിയായി. അവന് ഇപ്പൊ അവൻ സ്വന്തം എല്ലാം ചെയ്യും. ശരിക്കും അവന്റെ കാര്യം ഇപ്പൊ ഞാൻ നോക്കണ്ടെന്ന് പറയുന്ന അവസ്ഥയാ. ടീച്ചർ വിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും കണ്ണിന്ന് വെള്ളം വന്ന ഒരു അവസ്ഥ വരെ ഉണ്ട്. കാരണം അവന് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ. അവനൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവനോട് ഉപദേശം പോലെ പറയുന്ന ഇഷ്ടമില്ല അവനിക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും കമ്പയർ ചെയ്ത് പറയാൻ പാടില്ല. അതൊക്കെ അവനിക്ക് ഭയങ്കര ദേഷ്യ. അങ്ങനത്തെ കാര്യമൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇതിങ്ങനെ 2-3 തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ അത് അപ്പൊ തന്നെ എടുത്തുകൊണ്ടുപോയി ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ വെക്കണം. 2-3 തവണ പറഞ്ഞു. പക്ഷെ അതവന് അങ്ങനെ ശരി ട്രാക്കിലേക്ക് വന്നിട്ടില്ല. ശരിയാവും വിചാരിക്കുന്നു. പക്ഷെ ഉപദേശം പോലെയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തിട്ടോ പറയുമ്പോ അത് ചെയ്യൂല. അതാണ് അവന്റെ ഒരു പ്രകൃതം. മാം ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, ട്രെയിനിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോ അവരോട് ചെയ്യെന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്യത്തില്ല. പെട്ടെന്ന് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. പക്ഷേ മോളെ കൊണ്ട് സാധിക്കും, നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൊച്ചു ഒരു വട്ടം എഴുതിയ ഒരു ക്ലാപ്പ് ഒക്കെ കൊടുത്തിട്ട് മോള് നല്ലോലെ ചെയ്തു, മറ്റേ കൊച്ചിനെക്കാട്ടി നല്ലോലെ ചെയ്തു, ഇച്ചിരി ഒന്ന് പുകഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഏറ്റവും ഇഷ്ടം. അതാ പുകഴ്ത്തി കൊടുത്താൽ ചെയ്യാൻ പറ്റും, മോക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് ഗേൾ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്റെ ക്ലാസ്സിൽ ഇപ്പൊ എല്ലാ പിള്ളേരും നല്ലതുപോലെ എഴുതി എല്ലാം ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ നമ്മൾ അവരെ ഒന്ന് പുകഴ്ത്തിയാൽ മതി. അതാണ് ഒരു മെയിൻ വീക്ക്നെസ്. അതെ അതെ അതെ. കമ്പാരിസൺ ഒഴിവാക്കുക, അഡ്വൈസ് ഒഴിവാക്കുക. അഡ്വൈസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അഡ്വൈസ്. അപ്പൊ അങ്ങനെ ചെയ്യിക്കുക. അത് അവരൊരു കാര്യം ചെയ്യുമ്പോ നേരത്തെ ചെയ്തതിനേക്കാളും ബെറ്റർ ആയല്ലോ, നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആയിരിക്കും. വേറൊരാളെ വെച്ചാകുമ്പോൾ ഒരു മത്സരബുദ്ധി അവർക്ക് തോന്നിയാൽ അത് ഇച്ചിരി ടഫായിരിക്കും പിന്നീട്, അല്ലെ? അപ്പൊ നേരത്തെ ചെയ്തതിനേക്കാളും നന്നായല്ലോ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും അവരെ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. നമ്മൾ അങ്ങനെയാണല്ലോ, പാടി 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 കൂകി തെളിയാന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു നമ്മൾ തന്നെ ഷേപ്പ് ആകുന്ന രീതിയിൽ അവരപ്പോ കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നൽ, ഒരു സെൽഫ് മോട്ടിവേഷൻ അവരിൽ തന്നെ വരും. പിന്നെ മോന്റെ കാര്യം അത് ശരിയായിക്കൊള്ളും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. ഷൂ മേ ബി അവൻ അങ്ങ് ഫെഡപ്പ് ആയിട്ടുണ്ടാവും. അത്രയാകുമ്പോഴേക്കും ഷൂ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയിട്ടാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം ആസ് ആൻ അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ അവനത് ചെയ്യുന്നില്ലല്ലോ, അത് ആയിക്കോളും. ഇത് ചെറിയ തരുന്ന സമയത്ത് എന്റെ മോൻ ഷൂ പോളിഷ് ചെയ്യാൻ അറിയില്ല. കാരണം ശിവൻ പോളിഷ് ചെയ്യുമ്പോ ബ്ലാക്ക് ഒക്കെ അവന്റെ കയ്യിലാവും. അപ്പൊ ഞാനായിരുന്നു പോളിഷ് ചെയ്ത് കൊടുത്തത്. ഞാൻ പോളിഷ് ഒന്ന് മാറ്റി, മറ്റേ എന്താ പറയാ ഷൈനർ വാങ്ങിച്ചു. അതാകുമ്പോ ഒന്നും കയ്യിൽ പറ്റില്ലല്ലോ, വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതായപ്പോ കക്ഷി തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷൂ വൈപ്പ് ചെയ്യുന്ന ടിഷ്യൂ വാങ്ങിച്ചു. അതാകുമ്പോ അതും എളുപ്പമായി. അപ്പൊ തന്നെ ചെയ്തു തുടങ്ങി. മറ്റേ ബ്ലാക്ക് ഇവരുടെ കയ്യിലാവണ കാരണം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ ബ്ലാക്ക് പോളിഷ് എന്നുള്ള സംഭവമേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു. അതിന് പകരം ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതാവുമ്പോ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിലൊന്നും പറ്റില്ല. ആ ഒരു രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്ക് അങ്ങനെയൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നോക്കാം, എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഷൈനറൊക്കെ യൂസ് ചെയ്തിട്ട് ഷൂ ഒക്കെ തുടച്ചു വെക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ബ്ലാക്ക് കയ്യിൽ പറ്റുന്നൊക്കെ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അതൊക്കെ നോക്കാം. നമ്മുടെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്കൊന്ന് മാറി ചെയ്യാം. ചിലപ്പോ ഈ പറയുന്ന ഒറ്റ ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ മാറുമൊന്നുമില്ല. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ തന്നെയായിരുന്നു. കുട്ടികൾക്ക് ചേഞ്ചസ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഉണ്ടായിട്ടില്ല. 2, 3, 4 മാസങ്ങൾ എടുത്തിട്ടാണ് മാറിയത്. അതെല്ലാ കുട്ടികളും ഒരേപോലെ മാറിയിട്ടില്ല. ചില കുട്ടികൾ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി, ചില കുട്ടികൾക്ക് സമയം എടുത്തു. പക്ഷെ അവിടെ നമ്മളുടെ പേഷ്യൻസ് ആണ്. നമ്മൾ ക്ഷമയോടുകൂടി അവരെ ഒബ്സർവ് ചെയ്തു. എന്ത് കാര്യം അവർക്ക് കൊടുത്താലാണ് അവര് ആ ട്രാക്കിലേക്ക് വരുന്നതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകണം. ചെറിയ പണിയല്ല ശരിക്കും നമ്മൾ എടുക്കുന്നത്. അത്രയും നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഒബ്സർവേഷൻ അത്രയും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവരെ കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കുട്ടികളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകര് തന്നെയാണ്. ഇപ്പൊ ഒത്തിരി സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട് ഒരു കുട്ടിയുടെ ആസ്പിരേഷൻ മനസ്സിലാക്കാൻ. അത് നമ്മൾ ഹൈസ്കൂൾ ഒക്കെ വരുമ്പോ പ്രാക്ടീസ് മേക്ക് ദം പെർഫെക്റ്റ് ഈസ് കറക്റ്റ്. അത് തന്നെയാണ് നമ്മൾ അല്ലെ അങ്ങനെ.
അപ്പൊ ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു വന്നത് മാറ്റിനെ കുറിച്ചായിരുന്നു. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട് കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ബട്ട് അതിന്റെ കൂടെ മറിയ മോണ്ടിസോറി ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അത് കുട്ടി ഏത് ഏജ് ആണെങ്കിലും ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ നമ്മൾ വിചാരിക്കേണ്ടത് കുട്ടിക്ക് നമുക്ക് ഫ്രീഡം കൊടുക്കാം, പക്ഷെ വിത്തിൻ ദ ലിമിറ്റ്സ്. ജസ്റ്റ് ലൈക്ക് എ കൈറ്റ്, ഒരു പട്ടം പോലെ ആയിരിക്കണം ആ ഒരു ഫ്രീഡത്തിന്റെ ലെവൽ. പട്ടം എന്താ, എത്ര മുകളിലേക്ക് വേണമെങ്കിലും പട്ടത്തിന് ഫ്ലൈ ചെയ്ത് പോകാം, പക്ഷേ അതിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത്. താഴെ നിന്ന് ത്രെഡ്, ആ ചരട് പിടിക്കുന്ന നൂല് പിടിക്കുന്ന, പട്ടത്തിന്റെ നൂല് പിടിക്കുന്ന നമ്മളാ തീരുമാനിക്കണേ എത്രത്തോളം മുകളിൽ പോകണം, അതിനെ താഴേക്ക് വരുത്തണോ, നമ്മളിവിടെ നിന്ന് തീരുമാനിക്കും. അതുപോലെയാണ് കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കേണ്ടത്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. എല്ലാ ഫ്രീഡം എടുത്തു, എന്ത് വേണമെങ്കിലും നീ തന്നെ ചെയ്തു, അങ്ങനെയല്ല. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. പക്ഷെ അവർക്ക് തോന്നുന്നു എനിക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ എന്ന് അവരും ഹാപ്പി ആകും, നമ്മളുടെ കൺട്രോളിലും ആയിരിക്കും. അതാണ് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചെയ്തത്. അത് തന്നെ വേണം നമ്മൾ നമ്മുടെ പാരന്റിങ്ങിൽ ചെയ്യാനായിട്ട്. ഓരോ ഏജിനനുസരിച്ച് നമുക്കറിയാം അവർ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകും, അവരിൽ എന്തൊക്കെ ഇമോഷൻസ്, എന്തൊക്കെ തോട്ട്സ്, എന്തൊക്കെ ഫീലിങ്സ് അവരിൽ വരും. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സർക്കിള് വരച്ചിട്ട് ആ സർക്കിളിന്റെ ആ ഒരു സർക്കംഫറൻസ് ആണ് അവരുടെ ഒരു ഫ്രീഡം എങ്കിൽ ആ സർക്കിളിന് എത്രത്തോളം വലിപ്പം കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത് നമ്മളാണ് വരയ്ക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കാൻ. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികൾ പറയുന്നത് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ ചെയ്യുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നു. അതാണ് അവർ കൊടുത്ത ഫ്രീഡത്തിനുള്ള ഡെഫിനിഷൻ. ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്നല്ല ഫ്രീഡത്തിന് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നു. അത് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീഡം കൊടുക്കുന്നു ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനായിട്ട്. അതെടുത്തിട്ട് അവര് ആക്ടിവിറ്റി ചെയ്യുന്നു. ഇഷ്ടമുള്ള മെറ്റീരിയൽ ആവുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവര് അപ്പൊ അവര് തന്നെത്താനെ ശ്രദ്ധയോടുകൂടെ ചെയ്യും, അടങ്ങി ഒതുങ്ങി ഇരുന്ന് ചെയ്യും. അല്ലേ, നമ്മൾ കാണാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കൊടുക്കുമ്പോൾ അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ ഇരുന്നോളും. ഞാനും മോളുണ്ടായ സമയത്ത്, ഇപ്പൊ 19 വയസ്സായിട്ടോ, മോളുണ്ടായ സമയത്ത് അപ്പൊ ആദ്യത്തെ ബേബിയാണല്ലോ, നമ്മള് ആദ്യമായി അമ്മയാകുന്നു. അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഈ കുഞ്ഞിനെ നോക്കേണ്ടത് ഞാനാ. നമ്മളൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്, നമ്മളുടെ ബന്ധുക്കളോ ആരും അടുത്തില്ല. അപ്പൊ കുട്ടിയെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, ഇഷ്ടംപോലെ ജോലി ഉണ്ടാവുമല്ലോ. കുക്ക് ചെയ്യണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, വീട് ക്ലീൻ ചെയ്യണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു ബേസിനുണ്ട്, ഈ ബേസിനിൽ ഈ കുട്ടിയെ എടുത്തു ഒരു മാസങ്ങളുള്ള സമയത്ത്, ഇരിക്കുന്ന പ്രായമായ സമയത്ത് ഇരുത്തിയിട്ട്, അല്ലാത്ത കുഞ്ഞു പ്രായത്തിൽ കുറെ സമയം ഉറങ്ങുന്നെങ്കിലും വിചാരിക്കാം, പക്ഷെ ഇത് കളിക്കാനായിട്ട് ഇവർ ഭയങ്കര ആക്റ്റീവ് ആകാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ ഉറക്കമൊക്കെ 2 നേരമായിട്ടൊക്കെ കുറയുമല്ലോ. അപ്പൊ ഞാൻ നല്ലപോലെ തിളപ്പിച്ച് ആറിയ വെള്ളം ഒരു ബൗളിലും കൊടുക്കും, ഒരു സ്പൂണും കൊടുക്കും, വേറൊരു കാലി പാത്രവും കൊടുക്കും. അന്ന് എനിക്ക് മോണ്ടിസോറി മെത്തേഡ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ആ ഒരു സമയത്തായിരുന്നു. ഇതെന്ത് ചെയ്യും, ഈ സ്പൂണിൽ നിന്ന് വെള്ളം എടുത്ത് അപ്പുറത്തെ ബൗളിലേക്ക് ഒഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആദ്യം എടുത്ത് ഇപ്പുറത്തെ ബൗളിലേക്ക് ഒഴിക്കുന്നു, കുറെ എടുത്ത് കുടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് 2-2.5 മണിക്കൂർ അങ്ങനെ ഇരുന്നോളൂ. അപ്പൊ എന്റെ പണികളെല്ലാം. അപ്പൊ അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ആണ് ആ വെള്ളത്തിൽ കളിക്കാന്നുള്ളത്. പക്ഷെ ഞാനൊരു ലിമിറ്റ് വെച്ചു, ആ ബേസിനകത്ത് ഇരുത്തോളൂ, അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്ക് പേടിയാ. ഞാൻ എടുത്താലാണ് പുറത്തേക്ക് വരുള്ളൂ, അപ്പൊ അതിൽ തന്നെ ഇരുന്നോളൂ. അപ്പൊ അങ്ങനെ അന്നൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടികൾ അതായിരുന്നു. പിന്നെ മോണ്ടിസോറി മെത്തേഡ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചിരി വന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഇതുണ്ട്. കുട്ടിക്ക് അനുസരിച്ച് നമ്മൾ ഓരോന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ മനസ്സിലൊക്കെ ആ ഒരു ക്രിയേറ്റിവിറ്റി ശരിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതൊരു മദർഹുഡിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടികൾക്ക് എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും അടുക്കളയിലുള്ള സാധനങ്ങളോടായിരിക്കും കുട്ടികൾ എപ്പോഴും താല്പര്യം കാണിക്കുന്നത്. കുട്ടികൾക്ക് ആ കുക്കർ, സ്പൂണ്, ചട്ടുകം അങ്ങനത്തെ സാധനങ്ങളോടേക്കും അവർക്ക് താല്പര്യം. മറ്റേ ഗ്ലാസ്സുകൾ ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഒരുപാട് സമയം കളിക്കും. അല്ലാതെ ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം അത് വെച്ച് കളിക്കും, പിന്നെ വീണ്ടും കരച്ചിൽ തുടങ്ങും. ശരിക്കും ടോയ്സിന് പൈസ കളയുന്നതിനെക്കാളും നല്ലത് അടുക്കളയിൽ കൊണ്ടുപോയി ഇങ്ങനത്തെ സാധനം കുട്ടികൾ അവിടെ ഇരുത്തുന്നതായിരിക്കും. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര കളർഫുൾ, ഭയങ്കര വിലയൊക്കെ കൊടുത്ത് ടോയ്സ് വാങ്ങിച്ചോണ്ടിരിക്കും, കൊണ്ടുവരും. അവർ 1-2 പ്രാവശ്യം അതൊന്നും എടുക്കും, പിന്നെ അവർ ആ പ്രദേശത്തേക്കേ നോക്കില്ല. പറഞ്ഞാൽ ശരി. കത്തിയൊക്കെ എടുക്കുമ്പോൾ ഒന്നും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അവർ കട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യിക്കാം. അതൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ ചെയ്യിക്കുന്നതാണ്.
ബ്ലണ്ട് ആയിട്ടുള്ള നൈഫൊക്കെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം എല്ലാവർക്കും കട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ എല്ലാരും ക്യൂ നിൽക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്, അവരിൽ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വാരിക്കോരി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം എന്തായാലും എനിക്ക് കിട്ടും. അതാണ് നമ്മുടെ വീട്ടില് 2 കുട്ടികളോ 3 കുട്ടികളോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ചോക്ലേറ്റ്സ് വാങ്ങിച്ചോണ്ട് വരുമ്പോ കൂടുതൽ വാങ്ങിയാലും അവരുടെ കയ്യിലേക്ക് നമ്മൾ ഒരെണ്ണോ കൊടുത്തിട്ട് ഷെയർ ചെയ്യാൻ പറയണം. ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് പറയണം. അപ്പൊ അവരത് ഷെയർ ചെയ്യും. അതേസമയം നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നാണ് കൊണ്ടുവന്ന് കൊടുത്തെങ്കിൽ അവർക്ക് ആ ഫീൽ ആവും, എനിക്ക് എന്തായാലും ഒരെണ്ണം ഫുള്ള് കിട്ടും, ആ ഒരു ഇത്. അതേസമയം ഷെയറിങ് അവരവിടെ പഠിക്കും. അപ്പൊ ആ ഒരു വാല്യൂസ് ഒക്കെ നമ്മളുടെ വീട്ടില് സ്കൂളിൽ നിന്നൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. അതിന്റെ ഡ്രസ്സിംഗ് ഫ്രെയിംസ് പറഞ്ഞു, കുട്ടികൾ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെയുള്ളത് മാറ്റ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റില് നമ്മൾ ഒരു മോണ്ടിസോറി സ്കൂൾ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം പലയിടങ്ങളിലായിട്ട് മാറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. മാറ്റ് ആയതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ പാടാണ്, റോൾ ചെയ്താണ് വെക്കുന്നത്. ഓക്കെ, അപ്പോ റഗ് അല്ലെ, അപ്പൊ ഇതിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വന്നിട്ട് ഈ മാറ്റാണ് എടുക്കുന്നത്. 3 ഫിംഗേഴ്സും 2 ഫിംഗേഴ്സും വെച്ചിട്ടാണ് അൺറോൾ ചെയ്യുന്നത് മാറ്റ്. അപ്പൊ അവിടെ ഫിംഗറിന്റെ മൂവ്മെന്റ്സ് നടക്കും, ആ ഒരു ഡെവലപ്മെന്റ് അവിടെ നടക്കും. എന്നിട്ട് അപ്പൊ ചിലപ്പോ വലിയ മാറ്റുകളായിരിക്കും, അതായത് കുട്ടിക്കും കൂടെ അതിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ അവർ അത് അൺറോൾ ചെയ്തിട്ട് മെറ്റീരിയൽസ് അതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. മെറ്റീരിയൽസ് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് നാശാവില്ല. വെറുതെ ഫ്ലോറിൽ വെച്ചാൽ അത് ഒരയും, സ്ക്രാച്ച് ഒക്കെ വരും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പല ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഉരുണ്ട ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഫ്ലോറിലോ ടേബിളിന്റെ മുകളിലോ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ടു പോകും. അതേസമയം മാറ്റിലാകുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്നു. പിന്നെ അപ്പൊ ആ ഒരു മാറ്റ് എന്ന് പറയുമ്പോൾ ആ മാറ്റിന്റെ അത്രയും സ്പേസിലാണ് കുട്ടി യൂസ് ചെയ്യുന്നത്. ഒരു റൂമിൽ ഒരു മാറ്റ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസ് മാത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ തൊട്ടടുത്തിരുന്ന് കളിക്കുന്ന ഇതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്യുന്ന വേറൊരു കുട്ടി ഉണ്ടാകാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ആ കുട്ടി ഇതുപോലെ തന്നെ മാറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കാരണം അവനൊരു ലിമിറ്റഡ് സ്പേസ് ആണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പൊ സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ അവർ പഠിക്കും. അവർക്ക് കിട്ടിയ സ്പേസിലിരുന്ന് അവര് സ്പേസ് മാക്സിമം യൂസ് ചെയ്ത് അവർ കളിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി അവർ സ്റ്റാർട്ട് ചെയ്യും. മെറ്റീരിയൽസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ചത് കൊണ്ടുപോയി ഷെൽഫിൽ യഥാസ്ഥാനത്ത് വെക്കും. അത് അവർ ഫോളോ ചെയ്യുവാണ്. അപ്പൊ ഈ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളാണ്. അതിൽ ചെറിയ കുട്ടികൾ നോക്കുമ്പോൾ വലിയ കുട്ടികൾ കാണിക്കുന്നത് ഇവരിങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ അവർ വലിയ കുട്ടികളെ ഫോളോ ചെയ്യും. കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചേട്ടന്മാരെ ചേച്ചിമാരെ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ശീലം, ഒരു റോൾ മോഡൽ ആക്കാൻ നോക്കും. അപ്പൊ വലിയ കുട്ടികൾ ഓൾറെഡി മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കടന്നുപോയി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുക. അപ്പൊ ചെറിയ കുട്ടികൾ 3 വയസ്സുള്ള കുട്ടികൾ പുതിയതായി അഡ്മിഷൻ എടുക്കുമ്പോൾ ഓൾറെഡി സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവരെ അവർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സീനിയർ കുട്ടികൾ ജൂനിയർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ജൂനിയർ കുട്ടികൾ അടുത്ത ജൂനിയർ കുട്ടികൾ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് അവിടെ ഒരു മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പ് അവിടെ ഉണ്ട്. എല്ലാം അവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ആരും നിർബന്ധിച്ച് നീ അവൻ അത് കൊടുക്കണം, അവനെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ പറയുന്നില്ല. സെൽഫ് ജനറേറ്റഡ് ആണ് അവിടെ എല്ലാം തന്നെത്താനെ ഉണ്ടാകും. അപ്പൊ ഇത് ത്രൂ ഔട്ട് ഇപ്പൊ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന ചൊട്ടയിലെ ശീലം ചുട്ടല വരെ എന്ന് പറയുന്ന പോലെ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന ഈ ഹാബിറ്റ്സ്, ബിഹേവിയർ, ഈ ഹാബിറ്റ്സ് അത് അവർക്ക് അവരുടെ ലൈഫ് ലോങ് ഒരു അഡൾട്ട് ആകുന്നവരെ ഉണ്ടാകും. സക്സസ്ഫുള്ളി അവർ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും അവരിൽ ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല വാല്യൂസ് ആയിട്ടുണ്ട്. മാറ്റിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ മാറ്റ് റോള് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കും. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ അത്രയും കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് സെൻസോറിയൽ ഏരിയ വരും. നമുക്കറിയാം 5 സെൻസസ് ഉണ്ട് നമുക്ക്. ആ 5 സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അവിടെ വെച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ സറൗണ്ടിങ്സിൽ നിന്ന് പല ശബ്ദങ്ങളും അവർ കേൾക്കുന്നുണ്ടാകും. അവർ ചിലതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. കിളികളോ പൂച്ചയോ ഡോഗ് ബാർക്കിങ്ങോ അങ്ങനെ എന്തൊക്കെ ശബ്ദങ്ങളും അവര്, വണ്ടിയുടെ ശബ്ദം, ഫാനിന്റെ ശബ്ദം, അങ്ങനെ പലതും അവർക്ക് പെട്ടെന്ന് അവർ ഭയങ്കര ഷാർപ്പായിരിക്കും. അവരുടെ ഒരു ഈ ഓഡിറ്ററി സെൻസ് എന്ന് പറയുന്നത് പലതും കേൾക്കുന്നത് നല്ലപോലെ ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ഇവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതില് എന്താ പറയാ, ടച്ച് ടാബ്ലറ്റ്സ് മാത്രമാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ടച്ച് ടാബ്ലറ്റ്സ് നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കതിനെ മനസ്സിലാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നമ്പേഴ്സും ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റിമുലേഷൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതിലൂടെ
ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിന് ഒരു സ്റ്റിമുലേഷൻ, ഒരു ട്രിഗറിങ് പോലെ നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ കുട്ടികളാകുമ്പോൾ അവർക്ക് ആ ലെറ്ററിന്റെ ഇമേജ്, അപ്പൊ ശരിക്കും ആൽഫബറ്റ്സ് സാൻഡ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത് 2 ഏരിയയിലും കൂടിയാണ്. ലാംഗ്വേജ് ഏരിയയ്ക്കും അത് യൂസ് ചെയ്യാം, അതേസമയം സെൻസോറിയൽ മെറ്റീരിയലുമാണ്. ശരിയല്ലേ? ചില മെറ്റീരിയൽസ് അങ്ങനെയാണ്, എല്ലാ ഏരിയയിലേക്കും കൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടിയിലെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ ക്രോമാറ്റിക് സെൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ക്രോമാറ്റിക് സെൻസ് അതായത് കളർ സെൻസ്, കളർ മനസ്സിലാക്കാൻ, അതാണ് കളർ ഐഡന്റിഫൈ ചെയ്യുന്നു, അതാണ് ക്രോമാറ്റിക് സെൻസ്. കളർ ടാബ്ലറ്റ്സ് നമുക്കുണ്ട്. കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കളറൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവർ ആ കളറുള്ള ചിലപ്പോൾ അവരുടെ സ്വന്തം ഡ്രസ്സിലെ കളറുമായിട്ട് കണക്ട് ചെയ്യുന്നു. വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ കളറിലാണെന്ന് പറയുന്നു. ചുറ്റുപാട് കാണുന്ന സാധനങ്ങൾ ആ കളറിലാണെന്ന് പറയുന്നു. വഴിയിൽ കണ്ട എന്തെങ്കിലും സാധനം ആ കളറാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അല്ലെ. ഇപ്പൊ ലെമൺ യെല്ലോ കളർ, ഓറഞ്ചിന്റെ കളർ, ആപ്പിളിന്റെ കളർ, അങ്ങനെ ഇങ്ങനെ ഓരോ കളറും അവര് കണക്ട് ചെയ്യുന്നു. നമ്മളെക്കാൾ കൂടുതൽ ലിസ്റ്റ് ആയിരിക്കും അവരുടെ കയ്യിൽ കളർ കണക്ട് ചെയ്ത് പറയാനായിട്ട്. നമ്മൾ 1, 2, 3 പറയുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ആയിരിക്കും അവരുടെ ലിസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ക്രോമാറ്റിക് സെൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇവരുടെ ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോ അവരുടെ മുന്നിലേക്ക് ഒരു കളർ ടാബ്ലറ്റ്സ് വെച്ചിട്ട് വാട്ട് ഇസ് ദിസ് എന്ന്, അല്ലെങ്കിൽ ദിസ് ഇസ് റെഡ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടുവാണ് അല്ലെ, ദിസ് ഈസ് റെഡ്. നിങ്ങളുടെ തിയറി പോർഷനിൽ വരുന്നുണ്ട്, ഞാനൊന്ന് പറയാം. ദിസ് ഇസ് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ടാബ്ലറ്റ് മുന്നിലേക്ക് വെച്ച് കൊടുക്കും. ഇനി പെട്ടെന്ന് തന്നെ റെഡ് ടാബ്ലറ്റ് മാറ്റിയിട്ട് ബ്ലൂ ടാബ്ലറ്റ്, ദിസ് ഇസ് ബ്ലൂ എന്ന് പറയും. നമ്മൾ ഇനീഷ്യലി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കുട്ടിക്ക് ഡെമോ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡെമോ കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ലെക്ചർ ക്ലാസ് കേൾക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് എന്തിനെ കുറിച്ചാണ് പറയേണ്ടത് അത് മാത്രം പറഞ്ഞ് മെറ്റീരിയൽ കുട്ടിയെ ഏൽപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ 2 കളർ ടാബ്ലറ്റിൽ നമുക്കിപ്പോ സെക്കൻഡറിയിൽ 11 കളേഴ്സ് ഉണ്ട്. നമുക്ക് ഒറ്റയടിക്ക് 11 കളേഴ്സ് കുട്ടിയുടെ മുന്നിലേക്ക് വെക്കരുത്. കുട്ടി ആദ്യമായിട്ട് കളർ പഠിക്കുവാണ്, അപ്പോൾ 11 കളേഴ്സും കൊണ്ടുവന്ന് മുന്നിലേക്ക് വെക്കരുത്. നമ്മൾ എപ്പോഴും കുട്ടികളെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങിയിട്ട് കോംപ്ലക്സ് പാറ്റേൺ, അങ്ങനെയാണ്. ഇപ്പൊ 2 കളറാണ് നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ, ബ്ലൂവും റെഡും. ഓരോന്നും കാണിച്ചു, ഒരെണ്ണം കാണിച്ചു, അത് മാറ്റിയിട്ടാണ് നമ്മൾ അടുത്ത കളർ കാണിച്ചത്. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡ് ടാബ്ലറ്റ് അവരുടെ മുന്നിൽ വെക്കും. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും. അപ്പൊ പ്രീവിയസ് സ്റ്റെപ്പില് നമ്മൾ ദിസ് ഈസ് റെഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുട്ടിക്ക് അത് ഓർമ്മ വരും, ദിസ് ഈസ് റെഡ് എന്ന് അവൻ പറയും. അപ്പൊ അവൻ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പഠിച്ചു, കളർ എന്നുള്ള കൺസെപ്റ്റും കിട്ടി. ഇനി അവൻ അങ്ങനെയല്ല, റെഡിന് പകരം ബ്ലൂ ആണ് പറയണേന്ന് വിചാരിച്ചു. അപ്പൊ അവൻ ആ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ എന്ത് മെത്തേഡും നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് നോക്കാട്ടോ, കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് കളറിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അവന് കളർ മനസ്സിലായിട്ടില്ല, റെഡിനെ അവൻ ബ്ലൂ ആയിട്ടും ബ്ലൂവിനെ റെഡും ആയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും റെഡ് ടാബ്ലറ്റ് വെക്കും, ദിസ് ഈസ് റെഡ് എന്ന് പറയും. വീണ്ടും അതിന്റെ മെന്റൽ ഇമേജ്, ആ മസ്കുലർ മെമ്മറി അവന് വരും. അത് മാറ്റിയിട്ട് ബ്ലൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദിസ് ഈസ് ബ്ലൂ എന്ന് പറയും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പില് വീണ്ടും റെഡ് മുന്നിൽ വെച്ചിട്ട് വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കും. അവൻ ദിസ് ഇസ് റെഡ് എന്ന് സ്റ്റേറ്റ്മെന്റ് പറയും. അല്ലെങ്കിൽ അടുത്ത ബ്ലൂ വയ്ക്കുമ്പോൾ ദിസ് ഇസ് ബ്ലൂ എന്ന് പറയും. ഇനി 2 ടാബ്ലറ്റും കൂടെ ഇനി വെക്കണം. വിച്ച് ഈസ് റെഡ് എന്ന് ചോദിക്കണം. അവൻ ടച്ച് ചെയ്ത് കാണിക്കും, ദിസ് ഇസ് റെഡ്. അപ്പൊ ആ കൺസെപ്റ്റ് 2 കളറിന്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. അങ്ങനെ വേണം. അപ്പൊ ക്ഷമ എന്നുള്ളത്, പേഷ്യൻസ്, നമുക്ക് ഒറ്റയടിക്ക് കുട്ടിയെ പഠിപ്പിച്ചങ്ങ് തീർക്കാന്നൊന്നും നമുക്ക് പറ്റില്ല. ചിലപ്പോ ഒരു വീക്ക് എടുത്തിട്ടായിരിക്കും ഈ 2 കളർ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1 തുടങ്ങി 5 വരെയുള്ള നമ്പേഴ്സ് 1 വീക്ക് നമുക്ക് എടുക്കുമായിരിക്കും, നോ പ്രോബ്ലം. ചില കുട്ടികൾ പെട്ടെന്നാവുമായിരിക്കും. ഡോണ്ട് കമ്പയർ. മോണ്ടിസോറി മെത്തേഡിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും അവന്റേതായ പേസ്, PSE പേസ്, ഓൺ റേറ്റ്, സ്പീഡ് അത് കിട്ടുന്നു. ഒരേ ആക്ടിവിറ്റി ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ചെയ്യുമായിരിക്കും, മറ്റേ കുട്ടി അത് ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും, വേറൊരു കുട്ടി അത് 1 മണിക്കൂർ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അലോ ചെയ്യും. സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ ഒരു പ്രോബ്ലം 2 നമ്പർ ആഡ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിച്ചു, ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞു, അഡീഷൻ പഠിപ്പിച്ചിട്ടൊക്കെ 2 ക്വസ്റ്റ്യൻ കൊടുത്തേക്കുക. കുട്ടികൾ ആഡ് ചെയ്യാൻ തുടങ്ങുന്നു. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്ത് ആൻസർ ചെയ്ത് പറയും ആൻസർ കിട്ടിയെന്ന്.
ചില കുട്ടികൾക്ക് അറിയാം ചെയ്യാൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ പ്ലേസ് വാല്യൂവിന്റെ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, അവർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ അവർക്ക് കൺഫ്യൂഷൻ, അവർക്കത് ക്ലിയർ ചെയ്യണം. അങ്ങനെ പല രീതിയിൽ കുട്ടികൾ ഉണ്ടാവുമായിരിക്കും അല്ലെ ക്ലാസ്സിൽ. ഒരു ടൈം ആകുമ്പോൾ ടീച്ചർ പറയും സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡിലുള്ള ക്വസ്റ്റ്യൻ മാറ്റിട്ട് അടുത്തയിലേക്ക് പോകും. അപ്പൊ എന്ത് പറ്റി? കുറച്ചു പേര് ചെയ്തു കഴിഞ്ഞു, കുറച്ചു പേര് ഓൺ ദ വേ ആണ്, കുറച്ചു പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ആ ഓൺ ദ വേക്കാർക്കും ഒന്നും ആയിട്ടില്ല, കൺഫ്യൂഷൻ ആയിട്ടുള്ളവരും ഒന്നും ആകാതെ നിൽക്കും. ടീച്ചർ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ അടുത്ത പോർഷനിലേക്കോ പോകും. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾക്ക് ഓൺ പേസ് കിട്ടുക. അവരവിടെ ഫോഴ്സ്ഫുള്ളി നിർത്ത സ്റ്റോപ്പ് എന്ന് പറയാനൊന്നും ആരുമില്ല. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാര് പറയില്ല, അവിടെ സമയം കിട്ടുവാണ് കുട്ടിക്ക്. അവിടെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഒന്നുമില്ല, ഇങ്ങനെ ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം വരെ ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. അവരത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതാണ് അവിടുത്തെ ആ ഒരു ടൈം. ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യാത്ത സ്കൂൾസ് ഉണ്ടാവുമല്ലോ LKG UKGയില്. അപ്പൊ നമ്മൾ ഈ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. കാരണം അവർ ഇത്ര ടൈം കൊണ്ട് അവര് ചാപ്റ്റേഴ്സ് തീർക്കണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്കിത് മുഴുവനായിട്ട് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ടൈം നമുക്ക് കിട്ടുമോ? ഇപ്പൊ അതുപോലെ LKG UKGയില് മാത്രം അങ്ങനല്ലേ? അല്ല, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി അവര് LKG UKG ഓൾറെഡി അവര് കളേഴ്സ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഈ കൊണ്ടുപോകുന്ന കളർ ടാബ്ലറ്റ് നമ്മൾ നമുക്ക് അവരുടെ രീതിയിലോ ഇല്ല നമുക്ക് അവർക്ക് എളുപ്പമുള്ള രീതിയിലോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യിപ്പിച്ചു കൊടുത്താൽ അവർ കളേഴ്സ്, ഞാൻ കൊണ്ടുപോയ കളർ ടാബ്ലറ്റ് എല്ലാ കളേഴ്സും അവര് പറഞ്ഞു. എന്നിട്ട് സാൻഡ് പേപ്പറിൽ നമ്മള് ലെറ്റർ ചെയ്തില്ലേ, ആ ലെറ്റേഴ്സ് എല്ലാം അവരുടെ കയ്യിലെല്ലാം കൊടുത്തു. അവരെല്ലാം അത് തൊട്ട് നോക്കി, എന്നിട്ട് അതെല്ലാം അവര് പറയുകയും ചെയ്തു. ഞാൻ ടീച്ചിങ് ഒരു വർഷം ചെയ്തതാണ്, പ്രൈമറി സ്കൂളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഈ LKG UKG സ്റ്റുഡൻസിനായാലും എല്ലാ സ്കൂൾസും ഇത് ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവുമോ? നമുക്കത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ സമയത്തും ഇതുപോലെ വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ ഓരോ ആളും ഇംപ്രൂവ് ചെയ്ത് വരുന്നത് ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം മറ്റു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ചില സ്കൂളുകളില് ഒരു മോണ്ടിസോറി മെത്തേഡിന്റെയും ട്രഡീഷണൽ മെത്തേഡിന്റെയും മിക്സഡ് രീതിയിലാണ് മിക്ക KG സെഷനിൽ ക്ലാസ് നടക്കുന്നത്. ഭയങ്കരമായിട്ട് കുട്ടികൾ ഇരുത്തി പഠിപ്പിക്കുന്നത് KG സെഷനിൽ കുറവാണ്. അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ആവണമെന്നില്ല ആക്ടിവിറ്റീസ്. പിന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, നമുക്ക് വർക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നു, നമുക്ക് ചില സ്കൂളുകളിലെ ആ ഒരു സ്പേസ് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ. ചിലർ പറയും ഈ പോർഷൻസ് എടുക്കൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ ട്രെയിനീസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെത്തേഡിലൂടെ ക്ലാസ് എടുക്കും. അവർക്ക് പഠിപ്പിക്കണം. ഇപ്പോ EVSലെ ഏതെങ്കിലും ഒരു പോർഷനാണ്, ഇപ്പൊ ബേർഡ്സിനെ കുറിച്ച് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മള് ബേർഡ്സിനെ കുറിച്ച് പഠിപ്പിക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്യാം, നമുക്ക് റൈംസ് യൂസ് ചെയ്യാം ബേർഡ്സിനെ പറ്റി പഠിപ്പിക്കാൻ, നമുക്ക് ആക്ഷൻ സോങ്സ് യൂസ് ചെയ്യാം, കഥകളിലൂടെ പഠിപ്പിക്കാം. നമുക്ക് റിസൾട്ട് അവരത് പഠിക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്ക് ലിമിറ്റേഷൻസ് വരുന്നിടത്ത് നമുക്കൊന്ന് മാറി ചിന്തിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ. ഇവിടെ മോണ്ടിസോറി എടുത്തിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടില് പ്യുവർ മോണ്ടിസോറിയിലുള്ള സ്കൂളുകൾ വളരെ റെയറാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് അവിടെ കൊണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലെ കുട്ടികൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അതെ, ഇപ്പൊ കണ്ണൂരെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ വീടിന്റെ അടുത്തൊന്നും ഒരു മോണ്ടിസോറി സ്കൂൾസ് ഉള്ളതായിട്ട് എന്റെ അറിവിൽ ഇതുവരെ ഇല്ല. കുറച്ച് ദൂരെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ അടുത്തൊന്നും അങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂൾസ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ LKG UKG ഒക്കെ അവർക്ക് ടൈം ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടൈം ഉണ്ടാവും. കുറച്ചുകൂടി അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ള ഒരു ഏരിയയാണ് LKG UKG. 1st to 4th വരെ ആ ഒരു ടൈം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ നമുക്ക് ഈ പഠിപ്പിക്കുമ്പോൾ കഥകളിലൂടെ കവിത നമുക്ക് അപ്ലൈ ചെയ്യും. പഠിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യൂസ്ഫുൾ ഉണ്ടാവും. പക്ഷെ ഓരോ സ്കൂളിനും അവർ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് ഫോളോ ചെയ്ത് പോകേണ്ടി വരില്ലേന്ന ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് ചിലപ്പോ ചില കേസിൽ ഇൻഡിവിജ്വലി നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. മാനേജ്മെന്റ് അവരുടെ ഒരു രീതി ഉണ്ടാവുമല്ലോ.
പക്ഷെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നമ്മുടെ ട്രെയിനീസ് ചെയ്തതെന്നറിയോ, അവര് അങ്ങ് ട്രെയിനി വരാൻ നോക്കിയിരുന്നു തോന്നുന്നു മെയിൻ ടീച്ചർ ലീവ് എടുത്ത് പോകാനായിട്ട്. അപ്പൊ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അവര് പറഞ്ഞു ഈ ഒരു പോർഷൻസ് എടുക്കണം, വേറെ ഒന്നും ചെയ്യിക്കണ്ട, ഈ ഒരു പോർഷൻ പഠിപ്പിച്ചാൽ മതി, വടി കൊണ്ടുപോവുക, കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. പക്ഷെ നമ്മളുടെ KG സെഷനിൽ കൊണ്ടുപോയി വടിയും കൊണ്ടുപോയി കുട്ടികളെ പേടിപ്പിച്ച് പഠിക്കുന്ന ആവശ്യമില്ലല്ലോ. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ക്ലാസ് എടുക്കുമല്ലേ, വേറെ ആരും ഒന്നും വരാനൊന്നും പോകുന്നില്ലല്ലോ, സ്വന്തം രീതിയിൽ തന്നെ കഥകളിലൂടെയും പാട്ടിലൂടെയും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ അവിടുത്തെ എന്താ പറയാ പ്രിൻസിപ്പളിനും മറ്റു ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവർ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. അപ്പൊ അവിടെ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ആദ്യത്തെ 2-3 ദിവസമൊക്കെ. പിന്നെ അങ്ങ് ചെയ്തു, ഒരു ധൈര്യം സംഭവിച്ച് അതിലൂടെ ചെയ്തു. കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, അവർ ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധയോടെ ഇരിക്കാൻ തുടങ്ങി. അവര് വർത്തമാനങ്ങളോ അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ക്ലാസ്സിലില്ലാതെ. അങ്ങനെ ഇപ്പം മറ്റ് ടീച്ചർമാരും HM ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മെത്തേഡിന്റെ ഇത് അവർക്ക് മനസ്സിലായത്. നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ടു ഗുഡ്. പിന്നെ ട്യൂഷൻസ് എടുക്കുന്നവർ പലരും പറഞ്ഞു ട്യൂഷനിൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം കുട്ടികൾ ട്യൂഷന് വരുന്നത് പാരന്റ്സിന്റെ പ്രഷറിലൂടെയായിരുന്നു. അപ്പൊ മെയിൻ ഔട്ട്കം എന്താ, പരീക്ഷയ്ക്ക് സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുക, അതാണ് ട്യൂഷൻ. നല്ലൊരു ഫീയും ഉണ്ടാവും. അപ്പൊ ട്യൂഷൻ എടുക്കുന്ന ടീച്ചർക്ക് ഇത് തന്നെ, കുട്ടിക്ക് നല്ല മാർക്ക് പരീക്ഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ പല ടീച്ചർമാരും ട്യൂഷൻ എടുക്കുന്നവര് അവര് മെത്തേഡ് മാറ്റി തുടങ്ങി. ത്രൂ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്തുണ്ട്, ഈ പാരന്റ്സിന് ഭയങ്കര സന്തോഷമായി, കുട്ടിക്ക് ട്യൂഷന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതാണ് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ നമ്മളങ്ങ് പ്രയോഗിക്കുക. നമുക്ക് ഫുള്ളി പ്യുവർ ആയിട്ട് മോണ്ടിസോറി മെത്തേഡിൽ ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. അതിന് പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ തന്നെ പോകണം. അത് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിന്റെ ഒക്കെ അടുത്താണ് കൂടുതലും മോണ്ടിസോറി സ്കൂളുകൾ ഉള്ളത്. കാരണം അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും ഇവരൊക്കെ മക്കളെ മോണ്ടിസോറി സ്കൂളിലാക്കാനായിരിക്കും താല്പര്യപ്പെടുക. അപ്പൊ അവിടെയൊക്കെ നല്ല രീതിയിൽ ബൂം ചെയ്യും മോണ്ടിസോറി മെത്തേഡും ആ സ്കൂളുകളും. അല്ലാത്ത ഏരിയയിൽ മോണ്ടിസോറി സ്കൂളിലേക്കൊന്നും ആളുകൾ വരുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോഴുള്ള ഫ്ലാറ്റുകളുടെ കടിയിൽ ഓരോ മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, മാറി വരുന്നുണ്ട്, മിക്കയിടത്തും അങ്ങനെ ആയി വരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഔട്ട്കം അവർ പറയുന്നത് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടിയെ ആൽഫബറ്റ്സ് എല്ലാം പഠിപ്പിക്കുന്നു, കുട്ടിയെ നമ്പേഴ്സ് എല്ലാം പഠിപ്പിക്കുന്നു, കുട്ടിക്ക് അഡിഷൻ പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള എന്തും നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മളല്ലേ ചെയ്യുന്നത്, അവരല്ലല്ലോ. എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ ഡു. എന്റെ ഒരു അഭിപ്രായം ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മുടെ സ്കൂളിലും അവൈലബിൾ ആയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കും. അഡീഷൻ ആയാലും സബ്സ്ട്രാക്ഷൻ ആയാലും ഡിവിഷൻ ആയാലും ഇതെങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ കുട്ടികളിലേക്കും. ചില കുട്ടികളുടെ മുന്നേ ചെറുതിലെയുള്ള പ്രാക്ടീസ് എല്ലാം കൊണ്ട് വേഗം മനസ്സിലാവുമായിരിക്കും. ചില കുട്ടികളിൽ ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അതങ്ങ് കൺവേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ല നല്ല ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത്. എല്ലാ സ്കൂളിലും അവൈലബിൾ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നഴ്സറിയിലായിരുന്നു പഠിച്ചിരുന്നത്. ആ ഒരു വായനശാലയോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ നഴ്സറി. വായനശാല അന്ന് നടത്തുന്ന ഒരു നഴ്സറിയായിരുന്നു. അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങള് കളിച്ചിരുന്ന ടോയ്സ് എല്ലാം വുഡൻ ബ്ലോക്സ് ആയിരുന്നു. പല പല ഷേപ്പിലും സൈസിലുള്ള വുഡൻ ബ്ലോക്സ്. ശരിക്കും അതൊരു മോണ്ടിസോറി മെത്തേഡ് തന്നെയായിരുന്നു. ഫുൾ വുഡായിരുന്നു. ഓക്കെ, ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. സാധാരണ സ്കൂളുകൾക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രശ്നമുണ്ട്. അതാണ് പലയിടത്തും പ്ലാസ്റ്റിക്, അതിന്റെ റിപ്ലിക്ക പ്ലാസ്റ്റിക്കിന് വരുന്നത്. നമ്മൾ പിങ്ക് ടവർ ചെയ്തപ്പോഴും നമ്മളെല്ലാം ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്. ആക്ച്വലി അത് വുഡൻ ബ്ലോക്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എനിവേ നമ്മളിപ്പോ സെൻസോറിയൽ ഏരിയയിൽ നമ്മുടെ എല്ലാ സെൻസസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയ ആയിരുന്നു. അവിടെ കുട്ടികളുടെ ആ മാത്തമാറ്റിക്കൽ അനാലിസിസും പ്രോബ്ലം സോൾവിങ്ങും, കുട്ടികൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്പേഴ്സ് അവർ ഫെമിലറൈസ് ആകുന്നു, കൗണ്ടിങ് അവർ പഠിക്കുന്നു. അതെല്ലാം പഠിക്കുന്ന മെത്തേഡ്സ് തന്നെ വളരെ ഡിഫറെന്റ് ആണ്. അതെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ കൗണ്ടേഴ്സ് എടുത്ത് കൗണ്ട് ചെയ്യുന്ന ആ മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് മാർക്കർ പെൻ വെച്ച് വരയ്ക്കുന്ന രീതിയിലാണ് നമ്പേഴ്സ്. ഭയങ്കരമായിട്ട് അവരുടെ മെമ്മറിയിൽ ആ ഒരു നമ്പറിന്റെ ഇമേജ് ഉണ്ടാവും. പിന്നെ നമ്മളവിടെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് പോകുമ്പോഴും അവർ ബോർഡ് ഗെയിംസ് ആണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അത് ഗെയിമാണ്, പക്ഷെ അവർക്ക് ആ കൺസെപ്റ്റ് എത്തുവാണ്. ആഡ് ചെയ്യുമ്പോൾ മോർ ആകുന്നു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ടേക്ക് അവേ ആണ്, അങ്ങനെയുള്ള രീതിയിൽ. സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, റിപ്പീറ്റഡ് അഡീഷൻ ആണ്. പിന്നെ ഡിവിഷൻ സബ്ട്രാക്ഷന്റെ ആ ഒരു തീം പോലെയാണ് വരുന്നത്. ആ രീതിയിലൊക്കെ അവർ പഠിക്കുന്നു. പിന്നെ ജോമെട്രിക്കൽ സോളിഡ്സ് അവർ നല്ലപോലെ മനസ്സിലാക്കുന്നു, അവർ കണക്ട് ചെയ്യുന്നു നേച്ചറുമായിട്ട്. പിന്നെ വരുന്നത് ലാംഗ്വേജ് ഏരിയ ആണ് വരുന്നത്. ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ട്. ഒരിക്കലും ബോർഡിൽ എഴുതുന്ന ഇത് മാച്ചുകളെയോ ബുക്കിൽ എഴുതുന്ന വെട്ടിക്കളയോ ഒന്നും ടീച്ചർ ചെയ്യുന്നില്ല. കുട്ടിക്ക് ലെറ്റേഴ്സ് കയ്യിലെടുക്കാവുന്ന രീതിയിൽ ഉള്ള മോൾഡഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന ആൽഫബറ്റ്സ്. അത് പല ഷേപ്പിലും സൈസിലും ഉള്ള ആൽഫബറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ ഉണ്ട്, കർസീവ് ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്. അത് വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും ഉണ്ട്. അതിന്റെ താഴെ ഒരു സ്ട്രിപ്പ് പോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഒരു സ്പേസിലാണോ പ്ലേസിലാണോ വെക്കുന്നത് നല്ല പോലെ അവിടെ മൂവ് ആകും. അങ്ങനെ ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ലാംഗ്വേജ് ഏരിയയിലുണ്ട്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ വൈവിനെ കുറിച്ചൊന്ന് പറയൂ. പറയാം. പിന്നെ ഈ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പറയാട്ടോ ഷിന്നസ്, നമ്മൾ വീടുകളിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. കുട്ടിയെ കൂടെ കൂട്ടുക, ചെടി നടുന്നതാണെങ്കിലും പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന പ്രായമെങ്കിൽ അത് കഴുകിക്കുക, അല്ലെങ്കിൽ കഴുകിയ പാത്രങ്ങൾ എവിടെയാണ് ഷെൽഫിൽ അവർക്ക് എത്താവുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ വെക്കാനായിട്ട് കൊടുത്തുവിടുക. ഫ്രൂട്ട്സിന്റെ ബാസ്ക്കറ്റിൽ വെക്കുക. ടേബിള് മോപ്പ് ചെയ്യാനായിട്ട് ചെറിയ നാപ്കിൻസ് കൊടുക്കുക. തന്നെത്താനെ വെള്ളം ജഗ്ഗിൽ നിന്ന് അവരെടുത്ത് കുടിക്കട്ടെ. കുറച്ച് ചിലപ്പോ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്പിൽ ഔട്ട് ആയി പോവായിരിക്കും, അത് തുടയ്ക്കാനായിട്ട് മോപ്പ് കൊടുക്കുക. അല്ലാണ്ട് അവരെ ഷൗട്ട് ചെയ്യല്ല വേണ്ടേ, എന്തായത് കാണിച്ച് എങ്ങനെയാണോ എന്നല്ല ചോദിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുക. അവർക്ക് കോൺഫിഡൻസ് കൂടും ഇങ്ങനെ നമ്മൾ ഓരോരോ കൊച്ചു കൊച്ചു വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യും. ആസ് ആൻ അഡൾട്ട് നമുക്ക് ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ ഓരോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിലും. ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് ആ ഒരു പെർഫെക്ഷൻ ആ ഒരു രീതിയിൽ വരണമെന്നില്ല. അപ്പം അത് അവർക്ക് കൊടുക്കുക. ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു നൈഫ് കൊടുത്താൽ മതി. വലിയ മൂർച്ചയൊന്നും നമ്മൾ മുറിക്കാറില്ലേ, വലിയ മൂർച്ചയൊന്നും വരാത്ത രീതിയിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലെൻഡ് നൈഫ് കൊടുക്കുക. അവര് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യും. അല്ലാതെ ഇപ്പൊ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിരലിടാവുന്ന ഫിഗർ ക്യാപ്പ് അല്ലാതെ ഒരു മെറ്റലിന്റെ ഒരു സംഭവം ഉണ്ട്. അതിങ്ങനെ വെക്കുമ്പോൾ അതിലേ കൊള്ളുള്ളൂ, കത്തിങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ പരിപ്പ് പയറൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ട്രേ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് കുട്ടിയെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുക. ആ തെറിച്ച് ട്രേയിൽ വീണ് കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്ത് പെറുക്കിയിടാനായിട്ട് അവർക്ക് പറ്റും. അവർക്ക് കോൺഫിഡൻസ് കൂടും. യെസ്, ഐ എം ഗുഡ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് പാറ്റിങ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പം എപ്പോഴും ഒരിക്കലും അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മള് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾക്ക് എല്ലാ എൻഡ് റിസൾട്ടേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ കുട്ടിയോ ചെയ്യുന്ന പ്രോസസ്സ് മുഴുവൻ എൻജോയ് ചെയ്യും. കത്തി എടുത്തുകൊണ്ട് വന്ന് ഫ്രൂട്ട്സ് നീ കട്ട് ചെയ്തോന്ന് പറയുമ്പോൾ കത്തി എടുക്കാൻ പോകുന്ന തുടങ്ങി ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും കുട്ടിക്ക്. ഭയങ്കര ചാടിത്തുള്ളി പോയി കത്തി എടുക്കുന്നു, അതെടുത്ത് കട്ട് ചെയ്യുന്നു. ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മുഖം ശ്രദ്ധിച്ചാൽ കാണാം, അത്ര സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പ്രാക്ടീസ്. പിന്നെ തുണി മടക്കുമ്പോ ചിലപ്പോ നമ്മളുടെ രീതി ആയിരിക്കില്ല അവര് ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്നത്, അവര് ചെയ്യട്ടെ അങ്ങനെ. പിന്നെ നമ്മുടെ ഓർഡർ ആയിരിക്കില്ല, നമ്മളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കും, അതായിരിക്കില്ല കുട്ടികൾക്കുള്ളത്. അവരുടെ ഓർഡർ വേറെ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ആസ് ആൻ അഡൾട്ട് എന്ന രീതിയിൽ അവരിങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. പക്ഷേ ഗുഡ് ഈവിൾ ഈ കേസസ് സംഭവിക്കാം. ഈവിളിന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇടപെടുക, എത്രയും പെട്ടെന്ന് അത് തിരുത്തുക, അത് മാറ്റുക. അത് മറിയം മോണ്ടിസോറി പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോ അവിടെ ഇടപെടണം. അത് നമ്മൾ നോക്കിക്കരുത്. നമ്മൾ ഒബ്സർവേഷൻ ആണെന്ന് പറഞ്ഞു, പക്ഷെ എന്ന് കരുതി അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മൾ അവിടെ ഇടപെടണം. ആ ഇൻസ്റ്റന്റിൽ ചെയ്ത് അതപ്പോ മാറ്റുക. ഈവൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ഇടപെടാം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. നമ്മൾ വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലെ. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസോ അതുപോലെ ജസ്റ്ററോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ കുട്ടിയെ വല്ലാതെ പണിഷ് ചെയ്യുക, ബീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാണിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അതിൻ്റെതായ രീതിയിൽ അത് ഡീൽ ചെയ്യണം. ഓക്കെ, ഈ വൈവയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുവാണ്.
നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണമെന്നോ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നോ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാക്കി തീരണമെന്നോ നിർബന്ധമില്ല. കുറെ പേരൊക്കെ ധൃതി പിടിച്ചിരുന്നത് ഉണ്ടാക്കുക. അങ്ങനെയൊന്നും ഇല്ല. ഈ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ്സ് ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചെയ്താലേ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കൊരു ക്ലാസ് തരുവാണ് അല്ലെ. ഇനി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാം. നേരിട്ട് വരുമ്പോൾ വൈവ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യാം. വൈവ അങ്ങ് കഴിഞ്ഞു, പിന്നെ ഫൈനൽ എക്സാമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. പിന്നെ വൈവയ്ക്ക് വരുമ്പോ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്താൽ മതി. റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൊണ്ടുവരണ്ട. റെക്കോർഡ് ബുക്കും അസൈൻമെന്റും മാത്രം എടുത്താൽ മതി. ക്യാരി ചെയ്യാൻ സൈൻ അതിനകത്ത് മാത്രം മതി, വേറെ ഒന്നിലും സൈൻ വേണ്ട. ചെയ്ത മെറ്റീരിയൽസ് അങ്ങനെ എടുത്തുകൊണ്ട് വരണ്ട, അതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പാടില്ലേ. ഏതോ ഒരു കുട്ടി ഏതോ ഒരു ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ വന്നപ്പോ വുഡ് കൊണ്ട് അത് പിങ്ക് ടവർ ഉണ്ടാക്കി ട്രെയിനിൽ വെച്ച് മറന്നുപോയി. അപ്പം ചെയ്ത മെറ്റീരിയൽസ് ഒന്നും എടുക്കണ്ട. ഇനി പ്രാക്ടിക്കൽ സമയത്ത് വരുന്ന ഒരാള് വൈവ ചെയ്യുവാണെങ്കിൽ ഈ റെക്കോർഡും അസൈൻമെന്റും മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. സർവേ റിപ്പോർട്ടും നമ്മൾ അത് നോക്കി അതിന്റെ മാർക്ക് ഇടും. പക്ഷെ ചെയ്ത മെറ്റീരിയൽസ് ഒന്നും നമ്മളിപ്പോ കാണുന്നില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എല്ലാം നിരത്തി വെക്കുക. നിങ്ങൾ അതിന്റെ മുന്നിൽ നിന്ന് ആരെക്കൊണ്ടെങ്കിലും ഒരു ഫോട്ടോ എടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സെൽഫി പിക്ക് എടുക്കുക. മെറ്റീരിയൽസ് കാണുന്ന രീതിയിൽ സെൽഫി പിക്ക് മതി. എനിക്ക് ഒന്നിന്റെ വീഡിയോ അയച്ചു തരരുത്. കാരണം എനിക്ക് ഏതൊക്കെയോ ബാച്ചിലൊരു 200 MB വീഡിയോ ഒക്കെ അയച്ചു തരുന്നത്. അങ്ങനെ ഒരു 10 പേരുടെ നിന്ന് കിട്ടുമ്പോൾ എന്റെ ഫോണിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സെൽഫി പിക്ക് അത്ര മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കണം കുറെ ഉണ്ടെങ്കിൽ ഒരു സെൽഫി ഷോർട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാം. കൂടി വന്ന 3 MB 5 MB അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും മാത്രം ചെയ്താൽ മതി. അതൊന്നും ശ്രദ്ധിക്കണേ. കാരണം ഇത്രയും അയച്ചു തരുമ്പോൾ എനിക്ക് കാണാതിരിക്കാനും പറ്റില്ല. ചോദിച്ചുകൊണ്ടിരിക്കും മിസ് കണ്ടോ, അത് മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഈ 200 MB ഞാൻ ഡൗൺലോഡ് ചെയ്യണ്ടേ, ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി നേരിട്ട് വൈവ നിങ്ങൾക്ക് നടത്തും. ഓൺലൈൻ ആയിട്ടാണ്, ഗൂഗിൾ മീറ്റ് വഴി. അത് വളരെ പ്രൈവസിയോട് കൂടിയാണ് നടത്തുന്നത്. റെക്കോർഡിംഗ് ഇല്ല. വൈവ നടത്തുന്ന ടീച്ചറും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. മറ്റേ നേരിട്ട് വന്ന് അവിടെ വന്ന് ഇരിക്കുമ്പോഴും കോൺഫിഡൻഷ്യൽ ആട്ടോ. വൈവയുടെ ഉള്ളിൽ വേറെ ആരും കയറി വന്നിരിക്കില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഓൺലൈൻ ആയിട്ട് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്ന് വൈവ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന സ്ലോട്ട് സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിലോ ബസ്സിലോ മാർക്കറ്റിലോ ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്തോ ആണെങ്കിൽ ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാരണം വൈവയല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്താൽ മതി. സ്ലോട്ട് മാറ്റി കൺവീനിയന്റ് ടൈമിലേക്ക് തരും. അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യണ്ട. പിന്നെ 14 ബാച്ചിന് ഇപ്പോ നിങ്ങൾക്ക് PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ ആഴ്ച തുടങ്ങി. PG ക്ലാസ്സിൽ സെമിനാർ എടുക്കാനുള്ള അവസരം ഉണ്ട്. ഇപ്പൊ 12ലെ കുട്ടികൾക്കായിരിക്കും കുറച്ച് പ്രയോറിറ്റി. കാരണം വെച്ചാൽ അവരുടെ കഴിയാറായി. കോൺവെക്കേഷൻ മാർച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ വരും. അപ്പൊ നമുക്ക് സെമിനാർ എടുക്കാൻ പറ്റുന്നവര് ക്ലാസ്സിൽ തന്നെ സെമിനാർ എടുക്കാം. PGക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഡിപ്ലോമയ്ക്ക് ഇല്ല. ക്ലാസ്സിൽ സെമിനാർ എടുക്കാം. നമ്മുടെ പ്രാക്ടിക്കലില് സെമിനാർ എന്നൊരു സെഷൻ ഉണ്ട്. ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, PGയുടെ ടോപ്പിക് ആയിരിക്കണം, വേറെ ഒന്നും ടോപ്പിക് ആവരുത്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക സെമിനാർ. അപ്പൊ നമ്മൾ അവിടെ മാർക്ക് ഇടും. എന്നിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിലെ സെമിനാർ എന്നുള്ള കോളം ഉണ്ട് 100 മാർക്കിന്. അവിടെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ആ മാർക്ക് ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ടോപ്പിക്കിന്റെ സെമിനാർ എടുക്കുന്ന ടോപ്പിക്കിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിലുണ്ടാകണം. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ സെമിനാർ എന്നുള്ള കോളത്തിൽ മാർക്ക് കണ്ട് അവർ ചോദിക്കും എന്ത് സെമിനാർ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു റിപ്പോർട്ട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഇത് ജെനുവിൻ അല്ല, കാശ് കൊടുത്തെന്തോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാന്ന് തോന്നും. നമ്മളുടെ എഫേർട്ട് അതിനകത്ത് കാണണം. ഓക്കെ, അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക. ഇനി PG ക്ലാസ്സിൽ നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റിയില്ല, റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, ഒരു വിഷമവും വേണ്ട. വൈവയ്ക്ക് വരുമ്പോൾ, വൈവയുടെ സ്ലോട്ട് എന്തായാലും ഉണ്ടാവുള്ളൂ, ഫേസ് ടു ഫേസ്. വൈവയ്ക്ക് വരുമ്പോൾ നല്ല പോലെ ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് 2 മിനിറ്റ്സിൽ അന്ന് ബ്രീഫ് ചെയ്താൽ മതി. ക്ലിയർ ആയി? ചോദിക്കും. അലൻ കില്ലർ ഇല്ലേ, ഹെലൻ കില്ലർ. ഹെലൻ കില്ലർ ഇല്ലേ, അതിന്റെ ഒരു സെമിനാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്താൽ മതിയോ? ഇല്ലെങ്കിൽ പിന്നെ PGയുടെ സെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പൊ PG ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നമുക്ക് 2 മാസത്തോളം ക്ലാസ് ഉണ്ടാകും.
PGയുടെ ആ 4th മോഡ്യൂൾ 5th മോഡ്യൂളിൽ നിന്നുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് പിന്നെ അത് 7-ാം തീയതി ഡിപ്പെൻഡ് ചെയ്യണോ? 7-ാം തീയതി ചെയ്യണോ വരുമ്പോ? ഇല്ലില്ല, 7ാം തീയതി ചെയ്യണ്ട. ആണോ? PGയുടെ ഞാൻ ക്ലാസ് വിചാരിച്ചു 7-ാം തീയതി ചെയ്യാനായിരിക്കും. 7ാം തീയതി വരുമ്പോ PGക്കാര് വൈവ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യണ്ട. ആ ഒരു കോളത്തിൽ മാർക്ക് അപ്പൊ ഇടില്ലെന്നേ ഉള്ളൂ. പിന്നെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നവര് ക്ലാസ്സിൽ ചെയ്യാം, ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തവര് ഈ വൈവ ഓൾറെഡി കഴിഞ്ഞു. നേരിട്ട് പ്രാക്ടിക്കലിന് വന്നപ്പോ PG ക്ലാസ്സിൽ സെമിനാറും എടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു ചെയ്യേണ്ട അടുത്ത മാർഗം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഒരു 2 മിനിറ്റ്സിൽ ഒരു വോയിസ് നോട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് വാട്സാപ്പ് ചെയ്യാം. 2 മിനിറ്റ് മതിയെ, അതിൽ കൂടുതൽ വേണ്ട. ക്ലിയർ ആയോ? സെമിനാറിനെ കുറിച്ച് ഐഡിയ കിട്ടിയോ? നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ സെമിനാർ ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ല, കാരണം PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. PGയുടെ ക്ലാസ്സിൽ നിങ്ങൾ വൈവ എടുക്കുവാണെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചർ ആ മാർക്ക് എടുക്കും. പിന്നെ എല്ലാ ടീച്ചർമാരുടെയും ക്ലാസ്സിൽ സെമിനാർ ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ PG ക്ലാസ്സിൽ സെമിനാർ അറ്റൻഡ് ചെയ്താൽ മതി, സെമിനാർ നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ ആ ടീച്ചർ ആ മാർക്ക് അവിടെ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വൈവ സമയമാകുമ്പോൾ ടീച്ചർ ആ മാർക്ക് തരും. അപ്പോൾ ഞങ്ങളത് എൻട്രി ചെയ്തോളാം. ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ വൈവയും ചെയ്തിട്ടില്ലെങ്കിൽ, വൈവയ്ക്ക് സ്ലോട്ട് കിട്ടുന്ന സമയത്ത് ഒരു ടോപ്പിക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് വന്ന് 2 മിനിറ്റ്സിൽ ബ്രീഫ് ചെയ്താൽ മതി. ഓക്കെ? പക്ഷെ പലരും റെക്കോർഡ് ക്ലാസ് കാണുന്നവര് അറിയുന്നേ ഇല്ല ഇങ്ങനൊരു സംഭവം, സെമിനാർ ഉണ്ടെന്നും സെമിനാർ ഞാൻ പ്രിപ്പയർ ചെയ്ത് വൈവയ്ക്ക് ഞാനത് പ്രസന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങ് ഔട്ട് ഓഫ് ദ വേ അതങ്ങ് ക്ഷമിച്ച് അവർക്ക് പിന്നെ ഒരു സമയം കൊടുത്ത് അവരുടെ പുറകെ നടന്ന് 2 മിനിറ്റിലെ വോയിസ് നോട്ട് വാങ്ങിച്ച് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മളുടെ കാര്യമാണല്ലോ. നല്ലപോലെ പ്രസന്റ് ചെയ്ത വൈവയിൽ തന്നെ അതങ്ങ് തീർക്കുക. മിസ് PG ക്ലാസ്സിൽ നമുക്ക് സെമിനാർ ടോപ്പിക്സ് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ടോപ്പിക്സ് അടുത്ത ആഴ്ച എടുക്കാനുള്ളതൊക്കെ PG ക്ലാസ്സിൽ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മിസ് പറഞ്ഞ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട, ആർക്കൊക്കെ മാർക്ക് നോട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞ് തന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട്. ശരി ശരി, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി വൈവയെ കുറിച്ചും. വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചോദിക്കുന്നു എന്നുള്ളൊരു ഇത് വരും. തിയറി ബേസ് ചെയ്ത് ഒന്നും വൈവയിൽ ചോദിക്കില്ല. പ്രാക്ടിക്കൽ, നിങ്ങൾ 7ാം തീയതി ചെയ്യുന്ന പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ കണ്ടില്ലേ, 4 ഏരിയയിലുള്ള മെറ്റീരിയൽസിന്റെ 5ാമത്തെ റെക്കോർഡ് കോപ്പി ചെയ്ത് വെച്ചില്ലേ ഒരു റെക്കോർഡിന് നോക്കിയിട്ട്, ഇതിന് ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും വൈവ. അത് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് 100 മാർക്കിനുണ്ട്. ഈ മോണ്ടിസോറി അപ്പാരറ്റസിൽ വരുന്നതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്, നമ്മുടെ 5ാമത്തെ റെക്കോർഡ്. അതിലൊക്കെ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളും നമ്മൾ അതിന് പ്രാക്ടിക്കലുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങളും എല്ലാമാണ് അതിൽ ചോദിക്കുന്നത്. പിങ്ക് ടവറിനെ കുറിച്ച് ചോദിക്കാം, കളർ ടാബ്ലറ്റ്സിനെ കുറിച്ച് ചോദിക്കാം. ഒരു കളർ ടാബ്ലറ്റിൽ നിന്നും കുട്ടി എന്തെല്ലാം പഠിക്കുന്നു, പിങ്ക് ടവറിൽ നിന്നും കുട്ടി എന്തൊക്കെ മനസ്സിലാക്കുന്നു, ബ്രൗൺ ഷെയറിൽ നിന്നും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി അപ്പാരറ്റസിൽ ചോദിക്കുന്നത്. 100 മാർക്കാണ്. ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ് അടുത്ത കോളം, 100 മാർക്ക്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ചോദിക്കും. നിങ്ങൾ ഏത് രീതിയിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, എത്ര ദിവസം ചെയ്തു, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ എത്രത്തോളം അത് സക്സസ്ഫുള്ളി ചെയ്തു എന്നുള്ളത്. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവര് പേടിച്ചു പോകും, അയ്യോ അപ്പൊ എനിക്ക് അവിടെ മാർക്ക് കുറയുമെന്ന്. കാരണം നമ്മളത് കമ്പൽസറി ആയിട്ടൊന്നും പറഞ്ഞില്ല, പലർക്കും പല പ്രശ്നങ്ങൾ കൊണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മൾ ആ വൈവ ടൈമില് ഒരു വിർച്വലി ഒരു ക്ലാസ് റൂമാണ്, കൊച്ചു കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ പറഞ്ഞ് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയും, ഒരു 2-3 മിനിറ്റ്സ്. ഓക്കെ? അങ്ങനെയാണ് അവരുടെ മാർക്ക് കൂടുതലും എടുക്കുന്നത്. പിന്നെ പ്ലസ് വൈവ എന്നുണ്ട്, അത് ഓവറോൾ പെർഫോമൻസ്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്കും ഓവറോൾ ആ ഒരു വൈവയിലെ പ്രസന്റേഷൻ, ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് എല്ലാം വെച്ചിട്ട് നമ്മൾ ബാക്കി 50 മാർക്ക്. അങ്ങനെയാണ് അവിടെ 100 മാർക്ക് വരുന്നത്. പിന്നെ റെക്കോർഡ്സ്, 5 റെക്കോർഡ് ഉണ്ട്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് വെച്ചിട്ടാണ്. റെക്കോർഡിന്റെ കംപ്ലീഷൻ അനുസരിച്ചാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. ഒരു റെക്കോർഡില് നിങ്ങളെല്ലാം എഴുതി പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ ഒരു ട്രസ്റ്റ് ആണ്. സ്റ്റോറി റൈം തന്നെത്താനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു അതിനനുസരിച്ച് മാർക്ക് ഇടും. അപ്പൊ റെക്കോർഡ് അങ്ങനെ 100 മാർക്സ്. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്, അസൈൻമെന്റ് എല്ലാത്തിനും കൂടെ ചേർന്ന് 100 മാർക്കാണ്. പലരുടെയും അസൈൻമെന്റ് കറക്റ്റ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യേണ്ട. വൈവ ടൈമിൽ അത് നമ്മൾ വാല്യൂ ചെയ്യും. പിന്നെ പ്ലസ് റിപ്പോർട്ട്, സർവേ റിപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. സർവേയുടെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ തന്നാണല്ലോ അല്ലെ? അപ്പം ആ സർവേക്ക് 50 മാർക്കാണ്, അസൈൻമെന്റ്സിന് എല്ലാത്തിനും 50 മാർക്കാണ്. അപ്പൊ അവിടെ 100 മാർക്ക് അവിടെ വരും.
പിന്നെ ടീച്ചിങ് എയ്ഡ്സ് പലരും മാറിപ്പോകുന്നതാ. മോണ്ടിസോറി അപ്പാരറ്റസും ടീച്ചിങ് എയ്ഡ്സും കൂടെ ആളുകൾക്ക് മാറിപ്പോകും. മോണ്ടിസോറി അപ്പാരറ്റസിന് മാർക്ക് പറയുമ്പോൾ ഞാൻ അപ്പാരറ്റസ് എല്ലാം ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു വരും. ശരിക്കും ടീച്ചിങ് എയ്ഡ്സ് ആണ് നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസ്. കുറെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവിടെ ആ മാർക്ക് വരും. ഇത്രയുമാണ് ശരിക്കും വൈവയിൽ വരുന്ന മാർക്ക്. പ്ലസ് പി ജിക്കാർക്ക് ഒരു സെമിനാർ. അങ്ങനെ 600 മാർക്കാണ് പി ജിക്കാർക്ക് പ്രാക്ടിക്കൽ ആ വൈവയിൽ കിട്ടുന്നത്. 500 മാർക്കാണ് ഡിപ്ലോമക്കാർക്ക് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഹലോ മാം, ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മിനിമം ഇംഗ്ലീഷിലാണോ ആൻസർ പറയേണ്ടത്, മലയാളത്തിലാണോ, എങ്ങനെയാണ്? നോ പ്രോബ്ലം. നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിൽ പറയാം. പക്ഷെ കൊളോക്കിയൽ ആകാതെ നോക്കുക. നല്ലൊരു ലാംഗ്വേജിൽ സംസാരിക്കും. നമ്മളിപ്പോ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ ഓൾറെഡി സ്മാർട്ട് ആണ്, അതെനിക്കറിയാം. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടാവും, വീട്ടിലുള്ളവരോട് സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു വൈവയ്ക്ക് വന്നിരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണെന്നുള്ള ഒരു ഫീലിൽ തന്നെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കണം. ആ ഒരു രീതി വേണം. അത്രേ ഉള്ളൂ. ഓട്ടോയിലൊക്കെ ഇരുന്ന് വൈവ കൊറേ ഇങ്ങനെ അന്വേഷിച്ചു, ഇവിടെ സ്കൂള് അന്വേഷിച്ചു, അപ്പൊ കിട്ടുന്നില്ല. അങ്ങനെ നമുക്ക് റെസ്യൂം കൊടുത്തിടാൻ പറ്റിയതേ. ഇവിടെ ഒന്നും അങ്ങനത്തെ സ്കൂളല്ല, ഇവിടെ പണ്ടത്തെ കാലത്തെ സ്കൂളാണ്. നമ്മളെ മെത്തേഡ് യൂസ് ആവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങനത്തെ സ്കൂളുകൾ ഉണ്ടെങ്കിലാണ്, ഇപ്പം CBSE സ്കൂളുകളിലാണ് നമുക്ക് കൂടുതലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മെത്തേഡില്. പിന്നെ ഏപ്രിലല്ലേ നമ്മളെ പരീക്ഷ കഴിയുള്ളൂ. അപ്പൊ ഏപ്രിൽ മാർച്ച് വെക്കേഷൻ ആവൂലേ? അപ്പൊ എന്ന് തുടങ്ങിയാണ് നമ്മ ജോബിന് എൻക്വയറി തുടങ്ങേണ്ടത്? നമുക്ക് ഇപ്പൊ തുടങ്ങി ചെയ്യാം. നവംബറൊക്കെ ആകുമ്പോൾ പല സ്കൂളുകളും ഹയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഏപ്രിലൊക്കെ ഉണ്ടാവും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ കറന്റ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് പലയിടത്തും നമുക്ക് കൊണ്ടു കൊടുക്കാം. ആഡ് കാണുന്നത് നമുക്ക് നോക്കി അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ഇത് മെത്തേഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. അത് ജോയിൻ ആകാനായിട്ട് ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അവർ പറയും സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടുമ്പോൾ അത് പ്രസന്റ് ചെയ്താൽ മതി എന്ന് പറയും. നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കോഴ്സ് കഴിയുവാണെങ്കിൽ കിട്ടുമല്ലോ. പിന്നെ എനിക്ക് ഷിജിനാസിന്റെ സ്ഥലവും അവിടുത്തെ സ്കൂളുകളെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഇത് ഷിജിനാസ് തന്നെ എഫേർട്ട് എടുത്ത് അന്വേഷിക്കണം. ആ സ്കൂളുകൾ എവിടെയാണ്, എത്ര ദൂരത്ത്. 3-4 സ്കൂളിൽ പോയി. അപ്പൊ എന്റെ കൊടുങ്ങല്ലൂരാണ് വീട്. അപ്പൊ ഇത് ഞാൻ പോയിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓഫ്ലൈനായിട്ട് കൊടുത്തിടാൻ പറ്റിയ സ്കൂള്. പിന്നെ ഒരു സ്കൂളിൽ ഫുള്ളായി. കുറെ സ്കൂളുകൾ ഉണ്ടല്ലോ ഷിജിനാസ്. അവിടെ പീസ് ഇന്റർനാഷണലിൽ നിന്നൊക്കെ എനിക്ക് ഓഫർ വന്നായിരുന്നു. ഞാൻ പിന്നെ വേറെ പഠിക്കാൻ ചേർന്നത് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. എവിടുന്നാ മാഡം? പീസ് ഇന്റർനാഷണലിലെ പീസ്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുങ്ങല്ലൂരായിരുന്നു. ഞാൻ മോണ്ടിസോറി ചെയ്തത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ അവരുടെ എൻക്വയറി വന്നു, പീസിൽ ജോയിൻ ചെയ്യാമെന്ന്. എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ? എന്തോ? എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ആദ്യം? അതെ അതെ. കംപ്ലീറ്റ് ആയില്ലായിരുന്നു? എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയി. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യായിരുന്നു ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ഒരു 4-5 വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലി ലൈഫൊക്കെ ആയി കഴിഞ്ഞപ്പോ ഒന്നിനും പോയില്ല. അത് കഴിഞ്ഞ് മോൻ കുഞ്ഞായ സമയത്താണ് മോണ്ടിസോറിക്ക് ഞാൻ ജോയിൻ ആയത്. അത് വേറൊന്നുമല്ല, എന്റെ ഞാൻ പഠിച്ച സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു, മലയാളം മീഡിയം ആയിരുന്നു. ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസ് കുറെ ആക്ടിവിറ്റീസ് ആ സ്കൂളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്കൂളില് കുട്ടികൾ വല്ലാതെ കുറഞ്ഞു. അങ്ങനെ അതിനെ ഇംഗ്ലീഷ് മീഡിയം ആക്കാനായിട്ട് അവിടുത്തെ ടീച്ചർമാരുടെയും നാട്ടുകാരുടെയും ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഹെൽപ്പോട് കൂടി അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് പിന്നെ കംപ്ലീറ്റ് എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷ് മീഡിയം ആയി. അപ്പൊ ഞങ്ങൾ അവിടെ കുറെ ക്ലാസ്സസ് ഒക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുമായിരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും അല്ലാതെയുള്ള കുറെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ സ്കൂളില്, ഗവൺമെന്റ് സ്കൂളാണല്ലോ, കുറച്ച് സ്പെഷ്യൽ കുട്ടികളെ ജോയിൻ ചെയ്യിക്കും. ഈ ഗവൺമെന്റിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അങ്ങനെ പേരൻസ്. അപ്പൊ അവര് കുറച്ച് നേരമൊക്കെ സ്കൂളിൽ വന്ന് ഇരിക്കണം എന്നുണ്ട്, എന്നാലേ അവർക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ടീച്ചർമാര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. കാരണം സ്പെഷ്യൽ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്യൂട്ടേഴ്സ് തന്നെ വേണമല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് മനസ്സിലാക്കാൻ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് ഞാൻ അപ്പൊ കേൾക്കുക.
അപ്പൊ അതൊന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് സ്കൂളിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ മോണ്ടിസോറി കോഴ്സിന് ചേർന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് MSW ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ MSWക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. MSW ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണല്ലോ. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് 2000-ലായിരുന്നു എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയത്. അപ്പം അത് കഴിഞ്ഞ് കുറെ കാലം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്തൊരു ട്രാക്കായിരുന്നു അത്. അപ്പൊ ഇതെനിക്ക് കുട്ടികളുടെ ഇടയിൽ ഇന്റർവെൻഷൻ ചെയ്യാനാണ് എന്റെ ട്രാക്ക് എന്നുള്ളത് എനിക്ക് ഞാൻ മോണ്ടിസോറി ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അതിന് മുമ്പേ മനസ്സിലായിരുന്നു. നമ്മുടെ സ്കൂളിൽ ചെന്ന് കുട്ടികൾ കുറേ കാര്യങ്ങൾ അവരുടെ ടീച്ചർമാരോട് പറയാത്തത് എന്നോട് പറയുമായിരുന്നു. പ്രൊഫഷണലി ഞാനൊരു കൗൺസിലർ ഒന്നും അല്ലല്ലോ. അതൊക്കെ ഇങ്ങനെ കേൾക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കും, കുറേയൊക്കെ അവരുടെ പാരന്റ്സിനോട് സംസാരിക്കും. എനിക്ക് തോന്നി കുറച്ചുകൂടെ പ്രൊഫഷണലി സയന്റിഫിക് ആയിട്ട് ഇതിനെ നമുക്ക് കാരണം എന്റെ കയ്യിൽ സയന്റിഫിക് മെത്തേഡൊന്നും എനിക്ക് അറിയില്ലല്ലോ, അത് മനസ്സിലാക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് മോണ്ടിസോറി ചെയ്ത് ഉടനെ തന്നെ MSW ജോയിൻ ചെയ്തത്. മോണ്ടിസോറി സ്കൂളിൽ തന്നെയായിരുന്നു ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. അവിടെ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് ആയി. ഞാൻ 1 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. എന്നിട്ടാണ് ഞാൻ MSW ചെയ്യുന്നത്. അപ്പോ ഞാൻ MSW ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ മോണ്ടിസോറി സ്കൂളിൽ സാറിന്റെ ഫാമിലി സിംഗപ്പൂരായിരുന്നു, ചൈനക്കാരിയായിരുന്നു സാറിന്റെ വൈഫ്. അപ്പൊ അവരുമായിട്ട് ഫാമിലി ആയിട്ട് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് സാറ് സ്കൂൾ ആരെങ്കിലും ഏൽപ്പിക്കണം. സാർ അന്ന് എന്നോട് ചോദിച്ചു അതൊന്ന് ടേക്ക് ഓവർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടും കൂടി ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു സാർ അവര് സ്ഥലത്തില്ല, അവര് നാട്ടിലേ ഇല്ല, പോവല്ലേ, എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ നമ്മള് എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് എടുത്തേനെ. കാരണം ഇഷ്ടംപോലെ ബാച്ചിൽ നിങ്ങളെ ഉള്ളവർ പഠിച്ചിറങ്ങല്ലേ, സപ്പോർട്ടിനായിട്ടാണെങ്കിലും ആളുണ്ടാവും. അപ്പൊ അത് ക്ലോസ്ഡ് ആണ്, അത് നടക്കണില്ല. മാം, ഞാനേ ഒരു സ്കൂളിൽ ചെന്നപ്പോ എന്നോട് ചോദിച്ചത് നമ്മ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. പ്ലേസ്മെന്റ് അഷുറൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കാറുണ്ടെന്നാണ് സാർ എന്നോട് പറഞ്ഞേട്ടോ, ജയദേവ് സാറ്. അതായത് കുട്ടികളുടെ ഡേറ്റാബേസും നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടുത്തെ സ്കൂളുകളുടെ ഡേറ്റാബേസും എടുക്കും. അങ്ങനെ അങ്കമാലിയിലുള്ള സ്കൂളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു കഴിഞ്ഞ ഏതോ ബാച്ചിന്റെ സമയത്ത്. സാർ ആ അങ്കമാലി ഏരിയ എന്നുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആ സ്കൂളുകാർക്ക് കൊടുത്തു, ടീച്ചർമാരെ വേണ്ടിയിട്ടേ. അങ്ങനെ കാര്യം ഞാൻ സാറ് പറഞ്ഞ് എനിക്കറിയാം. അങ്ങനെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏത് റീജിയനിൽ നിന്നാണോ കുട്ടികൾ വരുന്നത് അവിടുത്തെ സ്കൂളിലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ആ സ്കൂളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ. അതിപ്പോഴുണ്ടോ അറിയില്ല, ചോദിക്കണം. ഒന്ന് ചോദിക്കും മാം. പിന്നെ ഷിജുനാസിന്റെ നമ്മുടെ സ്കൂളിലെ എല്ലാ സ്കൂളുകളിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേക്കാം. അപ്പൊ അവിടെ വേക്കൻസി വരുമ്പോ നമ്മള് വിളിക്കും. അതാണ് ഇടയ്ക്കൊക്കെ വേക്കൻസികൾ ഉണ്ടാവും. കാരണം ഇടയ്ക്ക് ചില ടീച്ചർമാർ നിർത്തി പോകും, മാറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോ ആ വേക്കൻസി ഒക്കെ ലഭിക്കും നമ്മള്. മോണ്ടിസോറിയിലെ PG ഡിപ്ലോമയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. സൺഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. മോർണിംഗ് ടു ഈവനിങ് ഫുൾ ഡേ ക്ലാസ് ആയിരുന്നു. പിന്നെ ഹോളിഡേസ് വരുമ്പോഴും ഞങ്ങൾക്ക് അവധിയില്ല, ഞങ്ങൾക്ക് അന്ന് ക്ലാസ്. പിന്നെ റെഗുലർ ബാച്ച് ഉണ്ടായിരുന്നു, മൺഡേ ടു ഫ്രൈഡേ അവർക്ക് ഫുൾ ഡേ ആയിരുന്നു. മാം പലതവണ എന്നോട് പറഞ്ഞു റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, യു ഹാവ് ദ പൊട്ടൻഷ്യൽ. കാരണം അവർ കൂടുതൽ കുട്ടികളുണ്ട്. കൂടുതൽ വലിയൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, സൈലന്റ് ബാച്ച് ആയിരുന്നു. മാം എനിക്ക് ഫാമിലി അത് കാരണം എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. അപ്പോ മോൻ അംഗൻവാടി പോകുന്ന സമയമായിരുന്നു. അപ്പൊ അവൻ 3:30 ആകുമ്പോഴേക്കും അവനെ വിളിക്കാൻ പോകണം, 10 മണിയാകുമ്പോ കൊണ്ടാക്കണം. അങ്ങനെ വേറെ ആരും ഇല്ലാത്ത ഞാൻ സൺഡേ ആകുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവും വീട്ടിൽ. അപ്പൊ പിന്നെ മാനേജ് ചെയ്ത് പോയിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ. ഞങ്ങൾക്ക് ആബ്സെന്റ് ആകാൻ പാടില്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഒരു ഇഷ്യൂ ഇല്ല. ആബ്സെന്റ് ആവണമെങ്കിൽ നമ്മൾ അതിന് ജെന്യുവൻ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആബ്സെന്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റില്ലായിരുന്നു. വെർച്വൽ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേറെ എന്ത് വേണം, ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. എക്സാം എഴുതാൻ ഞങ്ങൾ തൃശ്ശൂർ വരെ പോകണമായിരുന്നു. ഞങ്ങളുടെ സെന്റർ തൃശ്ശൂരായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ടായിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് വേണം, ഒരു നേരം എന്തോ എക്സാം ഉണ്ട്, തൃശ്ശൂർ വരെ പോകണം. പിന്നെ വൈവ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാം ആയിരിക്കില്ല, പുറത്തുനിന്ന് പല പല സെന്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ വേറെ സെന്ററിലെ മേഡം ആയിരിക്കും വരുന്നത്. 1.5 hours ഒക്കെ ആയിരുന്നു വൈവ. ചെയ്ത എല്ലാത്തിനെയും കുറിച്ച് ചോദിക്കും. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ.
പിന്നെ നല്ല ഓൺലൈനായിട്ട് കിട്ടുമോ? ഓൺലൈനായി ടീച്ചറാണോ? ടീച്ചറാവാനാണോ? ജോബ് ജോബാണോ? അത് നമ്മുടെ പൊട്ടൻഷ്യലാണ്. നമ്മൾക്ക് ഏത് ജോബ് എന്ന് പറഞ്ഞാലും നമ്മുടെ പൊട്ടൻഷ്യലാണ്. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ടീച്ചിങ് ജോബ് ഡെമോ ക്ലാസ് വളരെ നിർബന്ധം. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. നമുക്ക് മാർക്ക് ഇത്രയുണ്ട്, ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് ജോബ് കിട്ടണമെന്നില്ല. അത് വേറെ പല ജോബ് പ്രൊഫൈലിന് പറ്റുമായിരിക്കും. അതേസമയം നമ്മൾ ടീച്ചർ കുട്ടികളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ആ ടോപ്പിക് എടുക്കുവാണെങ്കിൽ അവര് കണ്ണു അടച്ചവരെടുക്കും. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്നോടൊന്നും സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ലായിരുന്നു മോണ്ടിസോറി സ്കൂളില്. ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നു. സാറ് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യൂ, ഐ വിൽ പേ യു, ഞാനൊരു ഡീസന്റ് പേ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു. നമ്മുടെ പെർഫോമൻസ് തന്നെയാണ്. അതിപ്പം എന്ത് ഓൺലൈൻ ജോബാണെങ്കിലും ഓഫ്ലൈൻ നേരിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മുടെ പൊട്ടൻഷ്യൽ അതിനകത്ത് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ തുടങ്ങണം. ട്യൂഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ തുടങ്ങണം. വേറൊരാളുടെ അണ്ടറിലാവാതെ നമ്മൾ സ്വയം നമ്മൾ തന്നെത്താനെ നമ്മൾ തന്നെ തുടങ്ങണം. പല ബാച്ചിലും പിള്ളേർ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ അവരെ പഠിപ്പിക്കുന്നു. ഭയങ്കര എൻക്വയറി അവർക്ക്. യെസ്. ഇനി നിങ്ങൾ നാളെയും ക്ലാസ് ഉണ്ടാവും രാത്രി? നാളെ ഇല്ല, നാളെ രാത്രി ക്ലാസ് ഇല്ല. നാളെ നിങ്ങൾക്ക് നോർമൽ ക്ലാസ് ഇല്ലേ, നമ്മൾ 12 മണിക്ക് കാണും. ഞാൻ ഈവനിങ് ക്ലാസ് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സെഷൻ പിന്നെ എടുക്കില്ലല്ലോ. പകല് ജോലിക്ക് പോകുന്നവർക്ക്, പകൽ കയറാൻ പറ്റാത്തവർക്കൊക്കെ എല്ലാവരും കൂടെ ഒന്ന് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ ക്ലാസ് വെച്ചത്. അല്ലെങ്കിൽ 12 നാളത്തെ ക്ലാസ്സിന്റെ ടൈമിൽ എടുക്കുള്ളായിരുന്നു. ഞാൻ പൊതുവെ ഈ ഒരു പ്രാക്ടിക്കൽ സെഷന്റെ ബ്രീഫിങ്ങും റിവിഷനും കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ്. 7:30 സമയത്താണ് കൊടുക്കുക. എല്ലാരും കയറട്ടെ എന്നുള്ളൊരു ഇതിലാണ്. കാരണം റിവിഷനൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും ക്ലാസ്സിൽ കയറുന്നവരോട്. കയറാത്തവരോടൊന്ന് പറയണേ ആ ടൈമിൽ കയറാൻ. കാരണം ആ ഒരു ക്ലാസ് തന്നെ അവരെ ഒന്ന് കോൺഫിഡന്റ് ആക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ. മറ്റേത് അല്ലെങ്കിൽ അവർ ഇരുന്ന് കണ്ടിന്യൂസ് റെക്കോർഡ് ക്ലാസ് കാണണ്ടേ. അത് കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിവിഷൻ ക്ലാസ് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും കയറാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ടൈം എടുത്തത്. അപ്പൊ റിവിഷൻ മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ ക്ലാസ് ഉണ്ടാകും. PGക്കാർക്ക് PGയുടെ എക്സാമിന് മുമ്പും ഇതുപോലെ റിവിഷൻ ക്ലാസ് വെക്കും. അതെല്ലാം 7:30 സമയത്തായിരിക്കും. നാളെ നമുക്ക് ഉണ്ടല്ലോ അല്ലെ മിസ്സേ? 12 മണിന്റെ ക്ലാസ് ഉണ്ടല്ലോ അല്ലെ? നോർമൽ റെഗുലർ ക്ലാസ് ഉണ്ട്. ഞാൻ ഈ മോഡ്യൂൾ 3യുടെ ഒരു ബ്രീഫിംഗ്, എന്താണ് മോണ്ടിസോറി പ്രാക്ടിക്കൽസും അതിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഈ ഒരു ടൈമിൽ വെച്ചത്. എല്ലാരും കയറട്ടെ. ഓക്കെ ദെൻ. മാം, ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ കയറുന്നേ. എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ടൈം എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അറിയാറില്ല. ഈ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നേ, അതുകൊണ്ട് അറിയാറില്ല. അപ്പൊ ഈ മാർക്കൊക്കെ സ്കൂളിലാണ്. ടീച്ചറാണോ? അതെ. ഏത് ക്ലാസ്സാ? KG തന്നെയാ. അപ്പൊ വരുന്നുണ്ടോ? പ്രാക്ടിക്കൽ സെഷന് വരുന്നുണ്ടോ? പ്രാക്ടിക്കൽ സെക്ഷന് എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സ്കൂള് റണ്ണിങ് ആണല്ലോ. സാറ്റർഡേ വർക്കിംഗ് ആണോ? സാറ്റർഡേയും വർക്കിംഗ് ആണ്. KGയിലെ കുട്ടികൾ വരുവോ അതോ അല്ലാതെ വർക്കാണോ നിങ്ങൾക്ക്? KGയിലെ കുട്ടികൾ ഉണ്ടാവില്ല. നമുക്ക് അന്ന് വരെയുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുവാണ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രിൻസിപ്പലിനോട് HM ആരാന്ന് വെച്ചാൽ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്കത് നല്ലതായിരിക്കും. നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും. നമ്മളിവിടെ പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താ. ശരി ശരി, ദൂരമുണ്ട്. വരാറുണ്ട് കേട്ടോ കുട്ടികള്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് എന്നൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തൊക്കെ വരുവാണെങ്കിൽ നന്നായിരിക്കും. ഗ്രൂപ്പില് ആരൊക്കെ പാലക്കാട് നിന്നൊക്കെ വരുന്നുണ്ട്. എനിക്ക് അവരെ അറിയാത്തോണ്ടായിരിക്കും. ഇത് കഴിയുമ്പോ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കട്ടോ, അപ്പൊ പരിചയപ്പെടാം. എന്തോ? ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, അപ്പൊ പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, വലിയൊരു ഹെൽപ്പ് ആയിരിക്കും അത്. അതെ അതെ, വടക്കഞ്ചേരിക്ക് അടുത്താണ്. ഓ ഓക്കെ.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾക്കൊക്കെ കണ്ടുമുട്ടാനും കേട്ടുമുട്ടാനുള്ള ഒരു അവസരം. ഓക്കെ, താങ്ക് യു. ഇതുവരെ ലൈവ് ക്ലാസ്സിന്റെ കാണാത്ത കാരണമാണ് ചിത്രയുടെ കുറിച്ച് ഇത് അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ലൈവ് ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. First time അതെ അത് കേറുവാണ്. കാരണമാണ് അറിഞ്ഞിട്ടുള്ളത്. എത്ര നാളായി വർക്ക് ചെയ്യുന്നു? ഞാൻ 10 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ വേറെ സബ്ജക്റ്റ് ആയിരുന്നു. ഈ വർഷമാണ് ഞാൻ മോണ്ടിസോറി ജോയിൻ ചെയ്ത് KG കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ജോലി ചിത്ര നോക്കൂ, വരാൻ പറ്റുമെങ്കിൽ സാറ്റർഡേ ജോയിൻ ആവും. നഷ്ടാവില്ല എന്നേ നമ്മള് പറയും. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാരും നാളെ അല്ല മറ്റന്നാളൊക്കെ ആവുമ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യും അല്ലേ? ചിലര് തലേദിവസം വരുന്നവരാരെങ്കിലും ഉണ്ടോ? അനുഷ്ഠി തലേദിവസം വരും. തലേദിവസം വന്നൊരു കസിന്റെ വീട്ടിൽ നിൽക്കണമെന്നാ പറഞ്ഞത്. മാംഗ്ലൂരിൽ വരുന്നത് മംഗലാപുരം. എന്റെ കസിന്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്. അവിടുന്നാണ് മാള. അവിടുന്നാണ് രാവിലെ വരുന്നത്. മിസ് ആലുവ പറഞ്ഞത് എത്ര സമയം വേണം ബസ്സിന്? ആലുവന്നാണോ? ആലുവ ശരിക്കും ആലുവ KSRTC ബസ്സാണ് ആലുവ പറവൂർ റൂട്ടിലുള്ളത്. വേറെ മാർഗങ്ങളൊന്നുമില്ല. KSRTC ബസ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഇഷ്ടം പോലെ ബസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 40 minutes അത്രയൊക്കെ വരുള്ളൂ. 25 rupees ബസ് ചാർജ്. 40 minutes ആലുവ ടു പറവൂര്. ആ ഒരു കൂടി വന്നാൽ 40 minutes അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കൊണ്ട് എത്താം. പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്. അതാവുമ്പോ സ്റ്റോപ്പുകൾ കുറവാണ്. അതിലാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്താം. മറ്റേത് ഓരോ സ്റ്റോപ്പിൽ നിർത്തി സിഗ്നലൊക്കെ ക്രോസ് ചെയ്തൊക്കെ വരുമ്പോഴുള്ള ടൈമും കൂടെ വെച്ചിട്ടാണ് ഞാനൊരു 40 minutes എടുക്കുന്നത് പറഞ്ഞത്. ഒരു 17-18 kilometers അത്രേ ഉള്ളൂ. ഞാനും തലേ ദിവസം അവിടെ എത്തുന്നുണ്ട്. ആണോ? എവിടെയാ സ്റ്റേ ചെയ്യുന്നത്? അവിടെ ചേച്ചിയുടെ മക്കള് ഫ്ലാറ്റ് എടുത്ത് അവരവിടെ വർക്കിംഗ് ആണേ. അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ തലേ ദിവസം വൈകിട്ട് അവിടെ എത്തിയ അവര് കറക്റ്റ് പ്ലേസ് എന്തോ പറഞ്ഞു, കാക്കനാട് ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവര് അവിടെ ഓൾറെഡി അവിടെ സ്റ്റേ ഉണ്ട്. അപ്പൊ തലേ ദിവസം പോയാൽ അവരടുത്ത് ഇരുന്നിട്ട് രാവിലെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാലോ വിചാരിച്ച് വിചാരിച്ചു. അവരെന്തായാലും ഗൈഡ് ചെയ്യും, മാനേജ് ചെയ്യാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അവരിപ്പോ ഏകദേശം ഒക്കെ അന്വേഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് തന്ന മാപ്പ് അവര് അയച്ചു കൊടുത്ത് അവര് ഏകദേശം ഒക്കെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നമുക്ക് അത്ര റിസ്ക് ഇല്ലല്ലോ, അവിടെ നിന്ന് പോവല്ലേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടേ. ഓക്കെ, അപ്പൊ നാളെ ക്ലാസ്സിൽ കാണാം. കൂടാതെ നമുക്ക് സാറ്റർഡേ കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മാം സംശയമൊന്നുമില്ല. മോഡ്യൂൾ 3 കഴിഞ്ഞ ഇനി ക്ലാസ് ഉണ്ടാവില്ലല്ലോ? മോഡ്യൂൾ 3ന്റെ മോഡ്യൂൾ 3യുടെ ക്ലാസ് ഇല്ല. പ്രാക്ടിക്കലിന് മാത്രമേ ഉള്ളൂ മോഡ്യൂൾ 3. നമുക്ക് അതിനകത്ത് നിന്ന് എക്സാംസ് ഒന്നുമില്ല. അതായത് നമ്മൾ എഴുതിയ 5ാമത്തെ റെക്കോർഡില്ലേ, അതിലെ കണ്ടന്റ്സ് തന്നെയാണ് മോഡ്യൂൾ 3യില്. കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡെമോൺസ്ട്രേഷൻ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. കുറെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആണത്. ആ 5 ഏരിയയാണ് നമ്മൾ പ്രാക്ടിക്കലിൽ ചെയ്യുന്നത്. സാറ്റർഡേ വരെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം. വേണ്ട, നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒന്നും കയ്യിലെടുക്കണ്ട. ഒരു നോട്ട്ബുക്കും പേനയും കയ്യിലുള്ളത് നന്നായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാം അറ്റ്ലീസ്റ്റ്. കാരണം ഇത്രയും മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് സ്കിപ്പായി പോകണ്ടല്ലോ. അപ്പൊ ചെയ്യുന്നത് എഴുതി പോകാം. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തണം, കുറച്ചുകൂടെ ഐഡിയാസ് മനസ്സിലായെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എഴുതി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബുക്കും പേനയും കരുതണം. പിന്നെ നമുക്ക് റിഫ്രഷ്മെന്റ് സ്നാക്സ് ഒക്കെ ഉണ്ടാകും. ലഞ്ച് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അടുത്ത് പോയി കഴിക്കേണ്ടി വരും. സ്നാക്സും റിഫ്രഷ്മെന്റും ഒക്കെ ഉണ്ടാവും. കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും മിസ്റ്റർ? അതുണ്ട്, അടുത്തുണ്ട്. അടുത്ത മീൻസ് വെജിറ്റേറിയൻ ആണെങ്കിൽ കുറച്ച് കൂടെ നടക്കണം. നോൺ വെജിറ്റേറിയനും വെജും കൂടെ കിട്ടുന്നതാണെങ്കിൽ അടുത്തുണ്ട്. അല്ല, നമ്മൾ നേരത്തെ ഒക്കെ ആവുമ്പോഴേ ക്യാരി വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടില്ല. പിന്നെ കുഴപ്പമില്ലല്ലോ. മിസ്സേ, ഞാൻ വരുമ്പോ ഹസ്ബൻഡും മോളും കൂടെ വരുന്നുണ്ട്. അപ്പൊ അവരൊരു 1 day ട്രിപ്പ് പോലെയാണ് വരുന്നത്. എന്നെ ക്ലാസ്സിലാക്കിയിട്ട് അവര് കറങ്ങാൻ നടക്കുന്ന പറഞ്ഞത്. ഓ ശരി ശരി, അവരെ കറങ്ങിക്കോട്ടെ. ഇനി അതല്ല കൊച്ചു കുട്ടികളായിട്ടാ വരുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് ഒത്തുപോകലുണ്ടായിരുന്നു. ഇനി ഒരു 4-5 years ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ കൂടെ ക്ലാസ്സിലിരുത്തുക. കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം, നമുക്ക് ഒബ്സർവ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അവർ ലുലുമാളിലെ കളി മാറിയിലൊക്കെ പോയിട്ട് പതുക്കെ വരട്ടെ. ആയിക്കോട്ടെ. എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികളായിട്ട് വരുമ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അവരുടെ
പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും, അവരുടെ ഒരു പെർസ്പെക്ടീവിലായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിൻ ടവറൊക്കെ സ്റ്റാക്ക് ചെയ്യുന്നതും എറർ വന്നു കഴിഞ്ഞാൽ തന്നെത്താൻ അവർ കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ അത് നമ്മുടെ ഒരു ലേണിംഗ് കുറച്ചുകൂടെ നന്നാക്കും. പിന്നെ മാത്സ് കാണാനുള്ള നല്ലൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഓ എനിക്കും അത് ഞാൻ പറയാൻ പോയുള്ളൂ. ആണോ? ഓക്കെ, അപ്പൊ കാണാം. കാണാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ ശരിക്കുള്ള നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചില ദിവസങ്ങളിൽ നോമ്പ് എടുക്കേണ്ടവരുള്ളൂ. അങ്ങനത്തെ ദിവസമൊന്നും അല്ലല്ലോ അന്ന്? ഇല്ലില്ല, അത് കഴിഞ്ഞു. ഇന്നലെ അത് കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു. പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ വേറൊരു കോഴ്സിന്റെ ഒക്കെ കോൺവക്കേഷൻ നടക്കുന്ന സമയമാണ്. അപ്പൊ ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്ന ഒരു സ്പേസ് അല്ല നമ്മൾ ശരിക്കും അത് എടുക്കുന്നത്. അപ്പൊ കുറച്ചൊരു ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും. മോണ്ടിസോറി എൻവയോൺമെന്റ് പോലെ തന്നെ വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ കോൺവക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് വലിയൊരു സ്പേസ് ഉണ്ട്, ശരിക്കും ഒരു പാസേജ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സ്ഥലത്ത് കോൺവക്കേഷന് കൂടെ വരുന്ന പാരന്റ്സ് ഇരിക്കാനും പിന്നെ അതുപോലെ രജിസ്ട്രേഷൻ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തത് കാരണം നമുക്ക് കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെ തന്നെ സെയിം ബിൽഡിങ്ങിൽ തന്നെ നമുക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും. കുറച്ച് പേരുള്ളത് കൊണ്ട് ഇപ്പൊ 21 പേരല്ലേ, കൂടിയിട്ടുണ്ടോ? നാളെ അറിയാൻ പറ്റൂല്ലേ? 24. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഡെമോയ്ക്ക് കാണിച്ച പോലെ തന്നെ ഓരോ ഏരിയ ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ മറ്റവർ സെൻസോറിയൽ ചെയ്യുക, വേറെ ആളുകൾ പ്രാക്ടിക്കൽ ലൈഫ് ചെയ്യുക, പിന്നെ മാത്തമാറ്റിക്കൽ, അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകണം. നമ്മൾ ചെയ്ത അതേ ഓർഡറില്ലേ? മാത്തമാറ്റിക്കലൊക്കെ ആകുമ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് മാത്സ് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം എന്താ പഠിക്കുന്നത്? കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ അല്ലേ? അങ്ങനെ വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ തലയിലതിരിക്കും, മറന്നുപോകില്ല. മിക്സ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴേക്കും ആകെ കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. ആ രീതിയിൽ ചെയ്യാം. നമ്മൾ അവിടെ വയ്ക്കും. മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്തുകൊണ്ട് വരാം, ആ രീതിയിൽ. പക്ഷെ ഈ ഓർഡർ ഒന്ന് കീപ്പ് ചെയ്താൽ മതി. പിന്നെ മെറ്റീരിയൽ എടുക്കുക, തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കുക. വേറൊരാൾ ചെയ്യാനായിട്ട് വരുമ്പോൾ പലതും പല ഭാഗത്തായി പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ മിക്സ് ആയി എല്ലാ ബോക്സിലേക്കും കൂടെ ആവും. ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാനതൊന്ന് കറക്റ്റ് ചെയ്തത്. അന്ന് ഒരു ദിവസം പോയിരുന്ന് 3/4 മണിക്കൂർ ഇരുന്നിട്ടാണ് 5 ബോക്സും കൂടെ കറക്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതാണ് നമ്മളെപ്പോഴും സിമ്പിൾ ടു കോംപ്ലെക്സ്. ഒരു ബോക്സ് ചെയ്യുക, അത് മാറ്റി വെച്ചിട്ട് അടുത്ത ബോക്സ് എടുക്കുക. നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് ആകുമ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് ഒരെണ്ണം ചെയ്യുക, അത് മാറ്റിയിട്ട് രണ്ടാമത്തെ, പിന്നെ 4 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ കുട്ടി ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും സിമ്പിൾ ടു കോംപ്ലെക്സ് ആ ഒരു രീതിയിൽ വരണം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, ഒരു മെറ്റീരിയൽ എനിക്ക് ക്ലാസ്സിൽ ഡെമോ കാണിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോ നല്ല പോലെ ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണേ, അല്ലെങ്കിൽ വരാൻ പറ്റാത്ത കുട്ടികൾക്ക് അത് മിസ്സാവും. ഞാനത് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ കാണിച്ചു തരുന്നവരും. അപ്പൊ അത് നമ്പർ റോഡ്സ് ആയിരുന്നു, റെഡും ബ്ലൂ കളറിലെ നമ്പർ റോഡ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്പർ റോഡ്സ് ആയിരുന്നു. കൊറേ പേര് വർക്കുകളൊന്നും കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് മാറി നിക്കണത്. ഇനിയിപ്പോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാരണം ചിലപ്പോ കൂടാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, കൂടിയാലും സാരമില്ല, സന്ദേശമുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് അതേ ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അതൊന്ന് ക്ലാസ്സിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇനിയൊരു റോങ് മെസ്സേജ് പോയി എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. കേട്ടപ്പോ അങ്ങനെ എല്ലാരും അങ്ങനെ വിചാരിച്ചു കാണാതെ ചെയ്താലേ ഞങ്ങൾക്ക് പ്രാക്ടിക്കലിന് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് പറയൂ. ഇന്നങ്ങ് തന്നെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ 2 ദിവസം ഉണ്ടല്ലോ അവർക്ക് വരാൻ വേണ്ടിയിട്ട് റെഡി ആകാലോ. ടിക്കറ്റോ ബുക്ക് ചെയ്യാനോ എവിടെയെങ്കിലും താമസിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് അല്ലാതെ ദൂരം കുറവാണെങ്കിൽ വരാലോ. അപ്പൊ അത് പറയും. അങ്ങനെ വന്നാൽ നമുക്ക് ആകെ ഒരു സ്പേസിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളെ ഗ്രൂപ്പൊക്കെ ഒന്ന് അതിനനുസരിച്ചൊക്കെ ഒന്നാക്കി അഡ്ജസ്റ്റ് ചെയ്താൽ. ഇതിപ്പോ ഒരു മെസ്സേജ് വന്നത് ഫീസ് അടക്കാത്തവരെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞിട്ട്. എന്ത് ഫീസാ? ശ്രദ്ധിക്കുക, നമ്മളെ ഫീസില്ലേ 1000 രൂപ 1000, അത് അടക്കാത്തവര് ഇപ്പൊ ഒന്നാണ് നോട്ടിഫിക്കേഷൻ, ഇപ്പൊ ഒന്നാണ്.
അത് മേ ബി ഷിജിനാസ് കുറെ പേര് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണതോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ പോകുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. എനിവേ അവരോടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരോട് PRO ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയും. ജേതു സാറിനെയൊക്കെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മളൊരു കോഴ്സിൽ ചേരുമ്പോൾ അതിൻ്റെതായ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ സംടൈംസ് അത് പാലിക്കപ്പെടാതെ പോകുമ്പോഴുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ നാളത്തെ ക്ലാസ് നോർമൽ ഇത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. 3rd യൂണിറ്റ് ആണ് ചെയ്യുന്നതെങ്കിലും ഞാൻ 7th യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നാളെ ഒന്ന് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്യണം, മെറ്റീരിയൽസ് എങ്ങനെ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ അതാവുമ്പോഴേക്കും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടാവും. അത് വെച്ച് നമ്മൾ ചെയ്യും. എന്നാ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്? യെസ് മാം. ഗുഡ് നൈറ്റ്. ബൈ. Bye. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. അവിടെ ഒരു വാവ വരുന്നുണ്ടല്ലോ. ജോഫിയുടെ മോളാണോ? ക്ലാസ് കേൾക്കുമായിരുന്നോ അമ്മയുടെ കൂടെ ഇരുന്ന്? ടീ കൊണ്ടിരുന്നുണ്ടോ ജോഫി? മ്യൂട്ടാ. പനി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പനി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പൊ വീട്ടില് കുഴപ്പമില്ല, ഇരുന്നോളൂ ജോഫി ഇല്ലാതെ? ഇരുന്നോളൂ. ഇപ്പൊ ഇല്ല, ട്രെയിനിങ്ങിന് വാങ്ങിക്കൊണ്ട് ഇരുന്നോളൂ. ഇപ്പൊ ശീലായി. ശീലമായി. ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റാ ബേബി. ടാറ്റ പറ. ഓക്കെ, കുട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഒരാളെ ഇങ്ങനെ കാണുന്നു ഫ്രണ്ടില് അല്ലെ? പറഞ്ഞു. അതാരാണ്? സിജിയുടെ കൂടെ വരുന്നുണ്ട്. ക്ലാസ്സിൽ വരുന്നുണ്ടെന്നാണോ പറഞ്ഞേ? ആന്റി ആന്റി ആന്റി. കുട്ടികൾ ഉണ്ടാവുമ്പോ ഒരു ക്ലൈമറ്റേ മാറും അല്ലേ? ചേട്ടാ. ശരി മാം. താങ്ക് യു. ശരി, ബൈ. താങ്ക് യു മാം. ബൈ. ഗുഡ് നൈറ്റ്. നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.